ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ ഉപ്പുരസമുള്ള വായുവിൻ്റെയും മന്ത്രിച്ച മുന്നറിയിപ്പുകളുടെയും പറഞ്ഞു കേട്ട കഥകളും മുറുകെ പിടിച്ച് ലോകത്തിൻ്റെ അരികിലെത്തി നോക്കാൻ ധൈര്യപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ കഥ ആരംഭിക്കുന്നത് BCE 500-ലാണ്. മിക്ക ഗ്രീക്കുകാരും ലോകം മെഡിറ്ററേനിയന് പടിഞ്ഞാറ് അവസാനിച്ചുവെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അവർ ഹെർക്യുലീസ് പില്ലറുകളെന്ന് വിളിക്കുന്ന 2 പാറക്കെട്ടുകളാൽ അടച്ചിരുന്നു. ഇന്ന് ജിബ്രാൾട്ടർ കടലിടുക്കിൽ ഒരു വശത്ത് സ്പെയിൻ, മറുവശത്ത് മൊറോക്കോ വ്യാപിച്ചു കിടക്കുന്ന അതേ പാറക്കെട്ടുകൾ നിങ്ങൾക്ക് കാണാം. പക്ഷേ അന്നോ അവ ഒരു ദിവ്യ സ്റ്റോപ്പ് അടയാളമായിരുന്നു. അവയ്ക്കപ്പുറം കടൽ അജ്ഞാതത്തിലേക്ക് അനന്തമായി നീങ്ങുന്നതായി പറയപ്പെടുന്നു. അത് രാജാക്കന്മാരല്ല, ദൈവങ്ങളും രാക്ഷസന്മാരും ഒരു നാവികനും മടങ്ങിവരാത്ത ഇരുട്ടും ഭരിക്കുന്നു. ഫ്രാൻസിലെ ആധുനിക മാർസയിൽ നഗരത്തിൽ നിന്നുള്ള ഗ്രീക്ക് പര്യവേക്ഷകനും ഭൂമിശാസ്ത്രജ്ഞനുമായ യൂഥിമനേസ് എന്ന മനുഷ്യനെ പിന്തുടരുന്നു. അദ്ദേഹം ഹെർക്കുലീസ് അല്ല, നിങ്ങൾ ശ്രദ്ധിക്കൂ. അദ്ദേഹം സിംഹങ്ങളുമായി ഗുസ്തി പിടിക്കുകയോ ക്ഷേത്രങ്ങൾ പണിയുകയോ ചെയ്യുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈവശം ആഴത്തിലുള്ള അസ്വസ്ഥതയും തൻ്റെ ഊണുമേശയെ കഷ്ടിച്ചു മൂടുന്ന ഒരു ചെറിയ കൈകൊണ്ട് വരച്ച ഭൂപടവുമുണ്ട്. ആ ഭൂപടത്തിലോ ധാരാളം ഒഴിഞ്ഞ സ്ഥലമുണ്ട്. യൂഥിമനേസിന് അതൊരു പ്രശ്നമാണ്. അദ്ദേഹം കിംവദന്തികൾ കേട്ടിട്ടുണ്ട്. സുഗന്ധദ്രവ്യങ്ങളുടെ മന്ത്രണം, അനന്തമായ സൂര്യൻ്റെ ദേശങ്ങൾ, എല്ലാ നദികളെയും പോഷിപ്പിക്കുന്ന ഒരു വലിയ കടൽ. ചിലർ പറയുന്നത് തൂണുകൾക്കപ്പുറത്ത് കടൽ പശുക്കളുടെ പാൽ കുടിക്കുന്ന ആളുകളുണ്ടെന്നാണ്. ചക്രവാളത്തിനപ്പുറത്തേക്കു നോക്കാൻ ധൈര്യപ്പെടുന്ന ആരെയും ദൈവങ്ങൾ ശിക്ഷിക്കണമെന്ന് മറ്റു ചിലർ നിർബന്ധിക്കുന്നു. യൂഥിമനേസ് ഏത് ഗ്രൂപ്പിൽപ്പെട്ടയാളാണെന്ന് നിങ്ങൾക്കൂഹിക്കാം. ഇപ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആകുന്നതിന് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരു നിമിഷമെടുക്കൂ. സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യൂ. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾ ജെന്യുവിൻലി ഇഷ്ടമായെങ്കിൽ മാത്രം. ഹേയ്, നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നതെന്നറിയാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ നിന്നാണ് എന്നെ കേൾക്കുന്നത്, ഇപ്പോൾ ടൈം എന്താണെന്നും കമൻറ്റിൽ അറിയിക്കൂ. ഇപ്പോൾ ലൈറ്റുകൾ ഡിം ചെയ്യൂ. ആ മൃദുലമായ ബാക്ക്ഗ്രൗണ്ട് ഹമ്മിങ്ങിനായി ഒരു ഫാൻ ഓണാക്കാം. നമുക്കൊരുമിച്ച് ഇന്ന് രാത്രി യാത്രയിലേക്ക് പോകാം. യൂഥിമനേസ് മസാലിയയുടെ കപ്പലുകളിൽ നടക്കുമ്പോൾ ചൂടുള്ള ഒലിവുകളുടെയും ടാർ നനഞ്ഞ കയറുകളുടെയും ഗന്ധം കാറ്റിലടിച്ചു വരുന്നു. കടൽ ശാന്തമാണ്, ദയുള്ളതായി നടിക്കുന്നു. അയാൾ ഇതിനകം കണ്ണെ തുഴച്ചിൽക്കാർക്ക് പണം നൽകിയിരിക്കുന്നു. പകുതി നാണയത്തിലും പകുതി ഉപ്പിലും അദ്ദേഹത്തിൻ്റെ ചെറിയ കപ്പലായ ആൽക്കിയോൺ പൈലിങ്ങുകളിൽ സൗമ്യമായി ആടി ഉലയുന്നു. ഇതൊരു യുദ്ധക്കപ്പലോ ഒരു വ്യാപാരി ഗാലിയയോ അല്ല. തീരപ്രദേശങ്ങളിൽ സഞ്ചരിക്കാനും ഇടയ്ക്കിടെ ധൈര്യമായ തെറ്റുകൾ വരുത്താനും വേണ്ടി നിർമ്മിച്ച ഒരു വിചിത്രമായ ഇടനാഴിയാണിത്. മഷി പുരട്ടിയ പകുതിയോളം പൊതിഞ്ഞ തുകൽ കൊണ്ടു ബന്ധിച്ച ഒരു ചുരുളും കാലാവസ്ഥയെക്കുറിച്ചുള്ള ഒരു മൃദുലമായ മെഴുകു കഷ്ണവും വഹിച്ചുകൊണ്ട് അയാൾ കപ്പലിൽ കയറുന്നു. സംശയാലുക്കളായ മത്സ്യക്കാരും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഉത്സാഹിയായ തത്വചിന്തകന്റെ അപ്രന്റീസായ തിയോയുമെന്ന സംഘം അസാധാരണമായും നിശബ്ദമാണ്. ആരും പാടുന്നില്ല. ചിലർ അപ്പോളോയോട് നിശബ്ദ ആംഗ്യങ്ങൾ കാണിക്കുന്നു. ശപിക്കപ്പെട്ട വെള്ളത്തെക്കുറിച്ചും ഹെർക്യുലീസിന്റെ കോപത്തെക്കുറിച്ചും ഒരുവൻ മന്ത്രിക്കുന്നു. എല്ലാവരും പരിഭ്രാന്തരാകാൻ ഒരു കാരണമുണ്ട്. ഗ്രീക്കുകാർക്ക് ഹെർക്കുലീസിന്റെ തൂണുകൾ വെറും 2 പാറക്കെട്ടുകൾ മാത്രമായിരുന്നില്ല. അവ പ്രപഞ്ച അതിർത്തികളായിരുന്നു. ലോകത്തിൽ കപ്പൽ യാത്ര എളുപ്പമാക്കുന്നതിനും രക്ഷപ്പെടാൻ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നതിനുമായി ഹെർക്കുലീസ് തന്നെ പർവ്വതങ്ങളെ അകറ്റി നിർത്തിയെന്ന് പുരാണത്തിൽ പറയുന്നു. ലോകത്തെ ചുറ്റിയുള്ള അനന്തമായ നദിയായ ഓഷ്യാനീസിനെക്കുറിച്ച് ഇതിഹാസം മുന്നറിയിപ്പ് നൽകി. അതിലെന്താണ് ജീവിച്ചിരുന്നത്? അത് പറയാതിരിക്കുന്നതാണ് ഭെല്ലം. എന്നിരുന്നാലും ചില ഭൂപടങ്ങൾ ഈജിപ്ഷ്യൻ, ഫിനീഷ്യൻ, ബാബിലോണിയൻ പോലും ഐബീരിയയുടെ പടിഞ്ഞാറുള്ള ദേശങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. തൂണുകൾക്കപ്പുറത്തുള്ള ഒരു വലിയ തീരത്തെക്കുറിച്ച് കാർത്തേജിനിയൻ നാവികർ മന്ത്രിച്ചു. അവിടെ വേലിയേറ്റങ്ങൾ ശ്വാസകോശം പോലെ നെടുവീർപ്പിട്ടെന്നും വെള്ളത്തിന് ചെറിയ മധുരം അനുഭവപ്പെട്ടെന്നും ചിലർ അവകാശപ്പെട്ടു. നദികളുടെ ഉറവിടം തെക്കല്ല, പടിഞ്ഞാറ് വളരെ ദൂരെയാണെന്ന് ചിലർ അവകാശപ്പെട്ടു. അത് അസാധ്യമാണെന്ന് തിയോ ശ്രദ്ധാപൂർവം ചുരുളുകൾ പാക്ക് ചെയ്തുകൊണ്ട് ഉജ്ജ്വലമായി പറഞ്ഞു.
എന്നാൽ ആകർഷകമായി അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ യൂഥിമെനേസ് കപ്പൽ യാത്ര ചെയ്യുന്നു. കഥകൾ ശരിയാണെന്ന് അദ്ദേഹം കരുതുന്നതുകൊണ്ടല്ല, പക്ഷേ വളരെ മികച്ച ഒരു കാര്യം അദ്ദേഹം സംശയിക്കുന്നുണ്ട്. ലോകം കോണുകളിൽ രാക്ഷസ തലകളുള്ള ഒരു വൃത്തിയായ പെട്ടിയല്ല. അത് കുഴഞ്ഞതും ദ്രാവക രൂപത്തിലുള്ളതും അല്പം ഉപ്പുരസമുള്ളതും തെറ്റായി വരച്ചതുമാണ്. ആദ്യ ദിവസങ്ങൾ സുഗമമാണ്. കപ്പലിനരികിലൂടെ ഡോൾഫിനുകൾ ഓടുന്നു. രാത്രിയിൽ നക്ഷത്രങ്ങൾ തലയ്ക്ക് മുകളിലൂടെ ഗോസിപ്പ് പോലെ തിളങ്ങുന്നു. ക്രൂ ഈത്തപ്പഴവും മത്സ്യവും പങ്കിടുന്നു. അവർ സൂര്യതാപമേറ്റ ദൈവങ്ങളെക്കുറിച്ചും സ്വർണ്ണ ആപ്പിളും ഡ്രാഗണുകളും കാവൽ നിൽക്കുന്ന വിദൂര പടിഞ്ഞാറ് പ്രദേശത്ത് കിടക്കുന്നതായി പറയപ്പെടുന്ന ഹെസ്പെരിഡുകളുടെ പുരാണ ഉദ്യാനത്തെക്കുറിച്ചും തമാശ പറയുന്നു. എന്നാൽ ഓരോ പ്രഭാതത്തിലും അവർ ചിടുക്കിനോടടുക്കുമ്പോൾ സംഭാഷണം ദുർബലമാകുന്നു. കടൽ പക്ഷികളുടെ ചക്രം കുറയുന്നു. ചക്രവാളം അസ്വസ്ഥമായി മാറുന്നു. അനന്തമാണ്. അവർ അന്ന് ഗദീർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന കാഡിസ് കടന്നുപോകുന്നു. ഉപ്പിട്ട ടൂണയ്ക്ക് പകരം വീഞ്ഞു വിൽക്കുന്ന മറ്റൊരു ഫിനീഷ്യൻ കോളനി അവർ നൽകിയ അവസാന മുന്നറിയിപ്പ്. അവിടെ വീശുന്നില്ല, അതായത് വീശാൻ കാറ്റില്ലെന്നവർ തന്നെ പറയുന്നു. കാറ്റില്ല, നക്ഷത്രങ്ങളില്ല, നിശബ്ദവും ഷായവും മാത്രമെന്ന് വ്യാപാരി ആൻജോവിസ് മുറിച്ചുകൊണ്ട് യൂഥിമെനേസിനോട് പറയുന്നു. യൂഥിമെനേസ് അവനോട് നന്ദി പറഞ്ഞു അധികം എണ്ണ വാങ്ങി യാത്ര തുടരുന്നു. ആൽക്കിയോൺ പില്ലറുകളോടടുക്കുമ്പോൾ ക്രൂ നിശബ്ദമാകുന്നു. പാറക്കെട്ടുകൾ പല്ലുകൾ പോലെ ഉയരുന്നു. വിചിത്രമായി കാറ്റ് വിസിലടിക്കുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ തണുപ്പാണ്. പാറകൾ തന്നെ ഡ്രമാറ്റിക്കാണ്. കൂർത്തതും കുത്തനെയുള്ളതും, ഒന്ന് സ്പെയിനിന്റെ തീരത്തുനിന്ന് ഉയർന്നു നിൽക്കുന്നതും മറ്റൊന്ന് വടക്കേ ആഫ്രിക്കയിലെ കടലിനു കുറുകെ വളഞ്ഞതുമാണ്. പുരാതന ഗ്രീക്കുകാർക്കിവ രണ്ടു മാത്രം ലാൻഡ്മാർക്കുകളായിരുന്നില്ല. അവ ദൈവങ്ങളുടെ ക്ഷമയുടെ അരികായിരുന്നു. യൂഥിമെനേസ് ഒരാചാരവും നടത്തുകയോ അനുവാദം ചോദിക്കുകയോ ചെയ്യുന്നില്ല. അവൻ അവയ്ക്കിടയിൽ കപ്പൽ യാത്ര ചെയ്യുന്നു. പാറക്കെട്ടുകൾ അമരം പിന്നിലേക്ക് വഴുതി വീഴുന്ന നിമിഷം വായുവിന് വ്യത്യാസം തോന്നുന്നു. നിശ്ചലം, ഭാരം കൂടിയത്. നിക്കോസ് എന്ന ഒരു നാവികൻ വായ തുടച്ചതിനുശേഷം ഉടൻ തന്നെ മുകളിലേക്കെറിയുന്നു. എനിക്ക് ശാപമില്ല, അയാൾ വായ തുടച്ചുകൊണ്ട് പറയുന്നു. ദിവ്യ പിരിമുറുക്കത്തിൽ നിന്ന് കടൽക്ഷോഭം. അത് തിയോ എഴുതുന്നു. ഇതുവരെ കടൽ മത്സ്യവും വെള്ളവുമൊന്ന്. കൊടുങ്കാട്ടുകളൊന്നുമില്ല. തുഴകളുടെ മൃദുലമായ തുള്ളികൾ, മനസ്സിലാക്കാൻ കഴിയാത്തത്ര വിശാലമായ വെള്ളത്തിന്റെ ശ്വാസം മുട്ടൽ. എന്നിട്ടും കടലിന് മിന്നിമറിയുന്നതുപോലെ ക്രൂ വീക്ഷിക്കുന്നു. യൂഥിമെനേസ് യഥാർത്ഥത്തിൽ തൂണുകൾ കടന്നുപോയോ അതോ ഫണ്ടിങ്ങിനായി അതിശയോക്തിയോടെ പറഞ്ഞോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും തർക്കിക്കുന്നു. പുരാതന ഗ്രന്ഥങ്ങൾ അവ്യക്തമാണ്. ചിലർ പണ്ഡിതന്മാർ വാദിക്കുന്നത് അദ്ദേഹം അത്ര ദൂരം മാത്രമേ സഞ്ചരിത്തുള്ളൂ എന്നാണ്. പക്ഷേ പിരിമുറുക്കം, ഭയം, നിശബ്ദമായ ആവേശം എന്നിവ കാലാതീതമായി തോന്നുന്നു. അവ യഥാർത്ഥമായി തോന്നുന്നു. അകലെ അരികുകൾ മങ്ങാൻ തുടങ്ങുന്നു. പിന്നിലുള്ള പാറക്കെട്ടുകൾ പതുക്കെ ചുരുങ്ങി മറന്നുപോയ ഒരു നാടകത്തിലെ സഹായികളായി തോന്നുന്നു. ലോകം ആരംഭിക്കാൻ വേണ്ടി മാറ്റിവെച്ച സ്റ്റേജ് കർട്ടനുകൾ മാത്രം. എന്നാൽ ആൽക്കിയോണിലെ സംഘത്തിന് ആ പാറക്കെട്ടുകളുള്ള ഏകശിലകൾ ഇപ്പോഴും അവരുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ അവരിൽ ഭൂരിഭാഗവും പിന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. പില്ലറുകൾ പെട്ടെന്ന് അവരുടെ പിന്നിൽ അടഞ്ഞുപോയേക്കാമെന്ന മട്ടിൽ. കാറ്റിപ്പോൾ ശാന്തമാണ്, പ്രവചനാതീതമാണ്. രാത്രിയിൽ നക്ഷത്രങ്ങൾ അധികം മാറുന്നില്ല. ആകാശം തന്നെ കാണാൻ നിൽക്കുന്നതുപോലെ. നഗരങ്ങളും കഥകളും ഗന്ധങ്ങളും എന്നിവയാൽ തിങ്ങി നിറഞ്ഞ ആശ്വാസത്തിന്റെ ഒരു തടവായിരുന്നു മെഡിറ്ററേനിയൻ. കടലിടുക്കിനപ്പുറം ഈ സമുദ്രം മറ്റൊന്നാണ്. മതിലുകളില്ലാത്ത ഒരു മുറിയിലേക്ക് നടക്കുന്നതുപോലെയാണത്. പിന്നെ വെള്ളമുണ്ട്. പുരോഹിതന്മാർ മുന്നറിയിപ്പ് നൽകിയതുപോലെ അത് കാട്ടുമൃഗങ്ങളോ തിളച്ചുമറിയുന്ന മൃഗങ്ങളോ അല്ല. അത് സുഗമമാണ്, വളരെ സുഗമമാണ്. അതവരെ എന്നേക്കുമായി ഒഴുകിപ്പോകാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നതുപോലെ. തിയോ തന്റെ താൽക്കാലിക കോമ്പസിൽ കണ്ണു ചിമ്മുന്നു. അതിൽ കൂടുതലും നിഴലുകളും ശുഭാപ്തി വിശ്വാസവും അടങ്ങിയിരിക്കുന്നു. ഫിനീഷ്യക്കാർ ഇതിനെ അറ്റ്ലാന്റിക് എന്ന് വിളിച്ചു. അദ്ദേഹം എഴുതുന്നു, അറ്റ്ലസിൽ നിന്ന്, സ്വർഗമുയർത്തിപ്പിടിക്കുന്ന ടൈറ്റനിൽ നിന്ന്. ചിലർ പറയുന്നത് ഈ സമുദ്രം അദ്ദേഹത്തിന്റെ ബാത്ടബായിരുന്നുവെന്നാണ്. ആരും ചോദിച്ചില്ല എന്ന നിക്കോസ് പിറുപിറുക്കുന്നു. പക്ഷേ യൂത്തിമെനസ് ശ്രദ്ധിക്കുന്നു. അവൻ കഥകൾ കേട്ടിട്ടുണ്ട്. ആകാശമുയർത്തിപ്പിടിക്കാൻ ശിക്ഷിക്കപ്പെട്ട ടൈറ്റൻ അറ്റ്ലസ്
ലോകത്തിന്റെ അറ്റത്ത് വസിക്കുന്നതായി വിശ്വസിക്കപ്പെട്ടു. അവരിപ്പോൾ സഞ്ചരിക്കുന്ന സ്ഥലത്തിന് തൊട്ടു പടിഞ്ഞാറായി. ഒരിക്കലും അവസാനിക്കാത്ത ഒരു സമുദ്രം മാത്രം നോക്കി എന്നേക്കുമായി മരലിച്ചിരിക്കുന്നതിനേക്കാൾ മികച്ച ശിക്ഷ എന്താണ്? പകൽ സമയത്ത് അവർ തുഴഞ്ഞു നീങ്ങുന്നു. രാത്രിയിൽ അവർ ഉണങ്ങിയ അത്തിപ്പഴങ്ങൾ കഴിക്കുന്നു. അവർ ഇവിടെയാണെന്ന് നിശബ്ദമായി വാദിക്കുന്നു. ഒരാൾ അവ തലകീഴായി കിടക്കുന്നു എന്ന് നിർബന്ധിക്കുന്നു. മറ്റൊരാൾ അവർ ഇതിനകം മരിച്ചുവെന്ന് കരുതുന്നു. ഇത് സമാധാനപരമായ ഒരു ശുദ്ധീകരണ സ്ഥലമാണ്. അടുത്തതായി മുകളിലേക്ക് ഓടുന്ന ഒരു കടൽ അവർ കണ്ടെത്തുമെന്ന് തിയോ പറയുന്നു. യൂത്തിമെനസ് ചക്രവാളം നിരീക്ഷിക്കുന്നു. അവൻ നിരന്തരം വരയ്ക്കുന്നു. അലകൾ, മേഘരൂപങ്ങൾ, അവർ ഒഴുകുന്ന മരത്തിൽ വിചിത്രമായി കാണുന്ന ഞണ്ടുകൾ പറ്റിയിരിക്കുന്നത് അവർ കണ്ടെത്തുന്നു. അവൻ പാറ്റേണുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ചില പക്ഷികൾ എപ്പോഴും പടിഞ്ഞാറോട്ട് തിരിയുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം തിരമാലകളുടെ അലയടികൾ മാറുന്നു. അവൻ സ്വയം മന്ത്രിച്ചുകൊണ്ട് കുറിപ്പുകൾ രേഖപ്പെടുത്തുന്നു. കടൽ എന്തോ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് അവർ കരയെ കാണുന്നു. പുതിയ കരയല്ല, കൃത്യമായല്ല. ഇത് ഐബീരിയയുടെ തെക്കേ അറ്റമാണ്. പക്ഷേ മൗറീഷ്യൻ തീരത്തേക്ക് നീണ്ടുകിടക്കുന്നതാകാം. പക്ഷേ അത് വ്യത്യസ്തമായി തോന്നുന്നു. പൂർണ്ണമായും സ്വദേശിയുമല്ല, തികച്ചും വിദേശിയുമല്ല. സസ്യങ്ങൾ താഴ്ന്നതും കാറ്റിൽ പറന്നതുമാണ്. തകർന്ന ഷെല്ലുകളുള്ള കടൽ തീരങ്ങൾ വെള്ളിനിറമാണ്. അവർ നങ്കൂരമിടുന്നില്ല. അവർ സമീപത്ത് പൊങ്ങിക്കിടക്കുന്നു. ഭൂമി തങ്ങളെ തിരിച്ചു നോക്കുന്നത് കാണുന്നു. ആ രാത്രി അവർ വളരെ വ്യക്തമായ ഒരു ആകാശത്തിന് കീഴിലേക്ക് ഒഴുകുമ്പോൾ, അത് മിക്കവാറും പെയിന്റ് ചെയ്തതുപോലെ തോന്നുമ്പോൾ, അവസാനമായി ക്രൂ അവരുടെ കാവൽ ഉപേക്ഷിക്കുന്നു. ആരോ പാടുന്നു. ഹെർക്യൂലിസിന് സൂര്യാഘാതമേൽക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പരിഹാസ്യ കവിത മറ്റൊരാൾ പങ്കുവയ്ക്കുന്നു. ചിരി എല്ലാം ക്ഷീണിതമാണ്, പക്ഷേ യഥാർത്ഥമാണ്. ഇതു വിശദീകരിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഭയം, പുരാണങ്ങളിൽ നിന്ന് ഉണർന്നേക്കുന്ന പ്രാഥമിക ഭയം മങ്ങാൻ തുടങ്ങുന്നു. അത് അപ്രത്യക്ഷമാകുന്നില്ല, പക്ഷേ പശ്ചാത്തലത്തിൽ ഒരു നീണ്ട മുഴക്കത്തിലേക്ക്. ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നത് ഈ പിരിമുറുക്കം ലഘൂകരിക്കാനുള്ള തോന്നൽ യഥാർത്ഥ നാവിഗേഷൻ വിജയത്തിന്റെ ഫലമാണോ, അതോ മനുഷ്യ മസ്തിഷ്കം ദീർഘകാല അസ്വസ്ഥതകളുമായി പൊരുത്തപ്പെടുന്നതിന്റെ ഫലമാണോ എന്നാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ കാറ്റും കുറച്ചാടുകളും വസിക്കുന്ന ഒരു ചെറിയ ദ്വീപിനടുത്ത് നിർത്തുന്നു. ശുദ്ധവെള്ളത്തിന് പകരമായി അവർ തിളങ്ങുന്ന ട്രിങ്കറ്റുകളും ഉപ്പും വിൽക്കുന്നു. ആരും ഒരേ ഭാഷ സംസാരിക്കുന്നില്ല, പക്ഷേ തലയാട്ടലും പിഞ്ചിരിയും നന്നായി പ്രവർത്തിക്കുന്നു. മിനുസിയ ഡ്രിഫ്റ്റ് അസ്ഥികൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാല നാട്ടുകാരിലൊരാൾ അവർക്ക് വാഗ്ദാനം ചെയ്യുന്നതായി തിയോ രേഖപ്പെടുത്തുന്നു. ഭാവി ചരിത്രകാരന്മാരെ ആകർഷിക്കാൻ അദ്ദേഹം അതിനെ അറ്റ്ലസിന്റെ പല്ലുകളെന്ന് വിളിക്കുന്നു. അവർ പോകാൻ തയ്യാറാകുമ്പോൾ നാട്ടുകാരിൽ മൂത്തവൻ യൂത്തിമെനസിന്റെ നെഞ്ചിലൊരു കൈപ്പത്തി വയ്ക്കുന്നു. പിന്നീട് അദ്ദേഹം പടിഞ്ഞാറോട്ട് ചൂണ്ടുന്നു, പിന്നീട് കിഴക്കോട്ട്, പിന്നീട് വീണ്ടും പടിഞ്ഞാറോട്ട്, അവസാനം മുകളിലേക്ക്. അതിൻ്റെ അർത്ഥമെന്താണെന്ന് തിയോ ചോദിക്കുന്നു. യൂത്തിമെനസ് തളോൾ കുലുക്കുന്നു. പിന്നീട് നമ്മൾ വഴിതെറ്റിപ്പോയോ എന്നാണ് അവൻ ചോദിക്കുന്നതെന്ന് തോന്നുന്നു എന്ന് മറുപടി തരുന്നു. നമ്മൾ വഴിതെറ്റിപ്പോയോ? പക്ഷേ അത്രയൊന്നും തെറ്റിക്കാണില്ല. ഇതാണ് ഇവിടത്തെ വിചിത്രമായ കാര്യം. ഇവിടെ തൂണുകൾക്കും മുന്നറിയിപ്പുകൾക്കും അപ്പുറം ലോകം ഇരുണ്ടതല്ല, അത് കൂടുതൽ വിചിത്രമായി, എങ്ങനെയോ മൃദുലമായി. ആക്രമണാത്മകത കുറഞ്ഞു. നിങ്ങൾ അരികിലൂടെ കടന്നുപോകുമ്പോൾ പ്രപഞ്ചം ശ്വസിക്കുന്നതുപോലെയാണ്. രാക്ഷസന്മാരില്ല, ഇടിമുഴക്കമില്ല, വെള്ളവും കാറ്റും നക്ഷത്രങ്ങളും ഇവയൊന്നും പ്രത്യേകിച്ച് വിചിത്രകരമായി തോന്നുന്നില്ല. എന്നാലും കിട്ടുകഥകൾ മറക്കാൻ സംഘം തയ്യാറായിരുന്നില്ല. ഒരു നാവികൻ തുഴകളിൽ ചെറിയ ആകർഷണങ്ങൾ കെട്ടാൻ തുടങ്ങുന്നു. നീല ഗ്ലാസ് കഷ്ണങ്ങളും തുണിക്കഷ്ണങ്ങളും. ഒരു സാഹചര്യത്തിന് അദ്ദേഹം പിറുപിറുക്കുന്നു. ഉപദ്രവിക്കാൻ കഴിയില്ല. യൂത്തിമെനസ് എതിർക്കുന്നില്ല. ഹെർക്യൂലിസിനു വേണ്ടി ക്ഷമിക്കണം, ഞങ്ങൾ അതിക്രമിച്ചു കണക്കുകയാണ് എന്ന് മന്ത്രിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ ഒലിവ് ശാഖ പോലും പ്രോയിൽ കെട്ടുന്നു. ഗ്രീസിൽ തത്വചിന്തകർ വാദിക്കുന്നത് ലോകത്തിൻ്റെ അരികിൽ തീയുണ്ടെന്നാണ്, അല്ലെങ്കിൽ ഐസുണ്ടെന്നാണ്, അല്ലെങ്കിൽ ദൈവിക വിരസതയാൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അദൃശ്യമതിലുണ്ടെന്നാണ്. ഇവിടെ അത് കൂടുതൽ സമുദ്രം പോലെ തോന്നുന്നു. അത് കൂടുതൽ ഭയാനകമായേക്കാം, പക്ഷേ ഒരു തരത്തിൽ മനോഹരവുമാണ്. ഇപ്പോൾ ആൽക്കിയോൺ ആ നിശബ്ദതയുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. നിശബ്ദതയല്ല, കൃത്യമായി പറഞ്ഞാൽ തിരമാലകൾ ഇപ്പോഴും ഹല്ലിൽ ആഞ്ഞടിക്കുന്നു. കപ്പൽ ഇപ്പോഴും ഒരു പഴയ കഥാകാരൻ കസേരയിൽ മാറിയിരിക്കുന്നതുപോലെ കിതയ്ക്കുന്നു. പക്ഷേ അത് കൂടുതൽ സൗമ്യവും ചിന്താപരവുമായ നിശബ്ദതയാണ്. കടൽ സർപ്പങ്ങൾ തങ്ങളെ തിന്നുകൂടെ എന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സംഘത്തിൻ്റെ ശബ്ദമാണിത്.
ഒരുപക്ഷേ അവ കപ്പൽ യാത്ര ചെയ്യുകയായിരിക്കാം എന്നാശ്വസിക്കുന്നു. ഇപ്പോഴാണ് നമ്മൾ യൂഥീമെനേസിനെ ശരിയായി കണ്ടുമുട്ടുന്നത്. മണൽ നിറമുള്ള മുടിയും സ്ഥിരമായി സൂര്യപ്രകാശം ഏറ്റ മുഖവുമുള്ള ഒരു ഉയർന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാലത്ത് പ്രശസ്തനല്ല യഥാർത്ഥത്തിൽ. പൈതഗോറസിനെ പോലെയോ ഹെരോഡോട്ടസിനെ പോലെയോ അല്ല. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആഫ്രിക്കയുടെ അറ്റ്ലാന്റിക് തീരത്തെ വിവരിച്ച ആദ്യത്തെ ഗ്രീക്കുകാരിൽ ഒരാളായി അദ്ദേഹത്തിന്റെ പേര് പൊടിപടലമുള്ള പുസ്തകങ്ങളിലൂടെ ഒഴുകി നടക്കും. അദ്ദേഹം സെനഗലിലെത്തിയാലും മൊറോക്കോയിൽ ചുറ്റിക്കറങ്ങിയാലും ചരിത്രകാരന്മാർ ഇപ്പോഴും അതിനെക്കുറിച്ച് തർക്കിക്കുന്നു. പക്ഷേ നമുക്കറിയാം, അദ്ദേഹം ശ്രമിച്ചു. ഇന്നത്തെ ഫ്രാൻസിന്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രീക്ക് കോളനിയായ മസാലിയിൽ ജനിച്ച യൂഥീമെനീസ് സമുദ്രമൂടൽമഞ്ഞും ഇങ്ക് കരകളും നിറഞ്ഞ ഒരു ജീവിതശൈലിയിലാണ് വളർന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ചായങ്ങളുടെ വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ കാലാവസ്ഥാ രേഖകൾ സൂക്ഷിച്ചിരുന്നു. ഇത് ഒരു കുശവന്റെ ഭാര്യയുടെ വിചിത്രമായ ഹോബിയായിരുന്നു. ചുരുളുകൾക്കും കപ്പലുകൾക്കും ഇടയിൽ വളർന്ന അദ്ദേഹം അക്ഷരങ്ങൾ പോലെ എളുപ്പത്തിൽ വേലിയാറ്റങ്ങൾ വായിക്കാൻ പഠിച്ചു. 20 വയസ്സായപ്പോഴേക്കും റോഡ്സ് മുതൽ കാർട്ടേജ് വരെയുള്ള എല്ലാ അറിയപ്പെട്ട തുറമുഖങ്ങൾക്കും പേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നിട്ടും അതിനപ്പുറം എന്തായിരിക്കുമെന്ന് വരയ്ക്കാൻ വൈകുന്നേരങ്ങൾ ചിലവഴിച്ചു. ഭൂപടങ്ങൾ മാത്രമല്ല, സ്വപ്നങ്ങൾ, പിന്നിലേക്കൊഴുകുന്ന നദികൾ, തേൻ പോലെ മണക്കുന്ന മരങ്ങൾ, കണ്ണാടികൾ കൊണ്ട് നിർമ്മിച്ച നഗരങ്ങൾ. പക്ഷേ സ്വപ്നങ്ങൾ കപ്പലുകൾ മാത്രം വാങ്ങുന്നില്ല. അങ്ങനെ യൂഥീമെനസ് ഭാവനയെ നിരീക്ഷണവുമായി സംയോജിപ്പിക്കാൻ പഠിച്ചു. അദ്ദേഹം കാറ്റിനെക്കുറിച്ച് ഉപന്യാസങ്ങൾ എഴുതി, തത്വചിന്തകരുമായി ചർച്ച ചെയ്തു. പിന്നിലേക്കൊഴുകുന്ന നദികളെക്കുറിച്ചുള്ള സിദ്ധാന്തം ഉപയോഗിച്ച് ചില സമ്പന്നരായ രക്ഷാകതാക്കളെ ആകർഷിച്ചു. അത് പർസുകൾ തുറക്കാൻ പര്യാപ്തമായിരുന്നു. ഒടുവിൽ ഹെർക്കുലീസിന്റെ സ്തംഭങ്ങൾക്കപ്പുറത്തേക്ക് ഒരു യാത്രയ്ക്ക് ധനസഹായം ചെയ്യാൻ ആവശ്യമായ നാണയവും ആത്മവിശ്വാസവും അദ്ദേഹം ഒരുമിച്ച് ചേർത്തു. മിക്കവരും അവൻ വെറും കൈയോടെ മടങ്ങിവരുമെന്ന് കരുതി. മറ്റു ചിലർ കരുതി അവൻ ഒരിക്കലും തിരിച്ചുവരില്ല എന്ന്. ആൽക്കിയോണിൽ കയറുമ്പോൾ യൂഥീമെനീസ് ഉച്ചത്തിൽ സംസാരിക്കുന്നില്ല. അവൻ പ്രസംഗങ്ങൾ നടത്തുന്നില്ല. അവൻ ശ്രദ്ധിക്കുന്നു. അവൻ വരയ്ക്കുന്നു. ഇടയ്ക്കിടെ ആരും തിരിച്ചറിയാത്ത വിചിത്രമായ ചില രാഗങ്ങൾ അവൻ മൂഴുന്നു. അവ എന്താണെന്ന് തീയോ ഒരിക്കൽ അവനോട് ചോദിച്ചു. കടൽമറവി എന്ന് യൂഥീമെനേസ് മറുപടി പറഞ്ഞു. അത് എല്ലാം വിശദീകരിക്കുന്നത് പോലെ. ഗോട്ട് ഐലൻഡ് വിട്ട് കുറച്ചു രാത്രികൾക്ക് ശേഷം അവൻ പടിഞ്ഞാറോട്ട് നോക്കി. കപ്പലിന്റെ മുൻഭാഗത്തിരിക്കുന്നു. ക്ഷമിക്കുന്ന ദൈവങ്ങളെപ്പോലെ നക്ഷത്രങ്ങൾ മുകളിൽ ചക്രം വീശുന്നു. അവൻ മെഴുകിൽ കുറച്ച് കുരിപ്പുകൾ കൊത്തിവയ്ക്കുന്നു. ചന്ദ്രനിവിടെ തിരമാലകളുടെ ഉയരത്തെ കൂടുതൽ നേരിട്ട് സ്വാധീനിക്കുന്നതായി തോന്നുന്നു. അവനതിതുവരെ അറിയുന്നില്ല. പക്ഷെ അവൻ വേലിയാറ്റ സിദ്ധാന്തത്തിനെതിരെ പോരാടുകയാണ്. 1000 വർഷത്തിലധികം യൂറോപ്പ് വ്യാപകമായി മനസ്സിലാക്കാത്ത ഒരാശയമാണത്. അതേ രാത്രിയിൽ അവൻ ഹെർക്കുലീസിനെ സ്വപ്നം കാണുന്നു. രാക്ഷസനെ കുത്തുന്ന അർത്ഥദേവനെയല്ല, മറിച്ച് ക്ഷീണിച്ച ഒരു സഞ്ചാരിയെയാണ്. സ്വപ്നത്തിൽ ഹെർക്കുലീസ് ഒരു പാറക്കെട്ടിന്റെ അരികിലിരുന്നു. ചെരിപ്പുകൾ ഊരിവെച്ച് സമുദ്രത്തിലേക്ക് നോക്കുന്നു. യൂഥീമെനേസ് അദ്ദേഹത്തിനൊരു പാനീയം വാഗ്ദാനം ചെയ്യുന്നു. അവർ ഭൂപടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നീ എന്നെ തെറ്റായി വരച്ചു, ഹെർക്കുലീസ് പിറുപിറുക്കുന്നു. എന്നോട് പറഞ്ഞത് ഞാൻ വരച്ചു. യൂഥീമെനേസ് മറുപടി പറയുന്നു. എന്നാൽ ഇത്രയും അധികം കേൾക്കുന്നത് നിർത്തു, ഹെർക്കുലീസ് പറയുന്നു. നോക്കൂ, അയാൾ ചിരിച്ചുകൊണ്ട് ഉണരുന്നു. അയാൾക്ക് ഭ്രാന്താണെന്ന് ക്രൂ കരുതുന്നു. വാസ്തവത്തിൽ ഗ്രീക്കുകാർ ചിലർ മാത്രമേ ചിന്തിക്കാൻ ധൈര്യപ്പെട്ട ഒന്ന് മനസ്സിലാക്കാൻ യൂഥീമെനേസ് തുടങ്ങുന്നതാണ്. ആ കെട്ടുകഥ തെറ്റല്ല, അത് തെറ്റായി ലേബൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. രാക്ഷസന്മാരെക്കുറിച്ചുള്ള കഥകൾ, മരിച്ചവ ചുഴലിക്കാറ്റുകളുടെ ഉപമകളാവാം. ദിവ്യതയുടെ അതിർത്തികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ, മരിച്ചു പഴയ നാവികർ ഫോഗ് ബാങ്കുകളെ തെറ്റായി വഹിക്കുകയായിരിക്കാം. ലോകം അവർ കരുതുന്നതിലും ചെറുതല്ല, അത് മോശമായി വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നൈൽ നദി ആഫ്രിക്കയുടെ ഹൃദയഭാഗത്തു നിന്നും നേരെ വടക്കോട്ടൊഴുകുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ യൂഥീമെനേസ് മരിച്ചാണ് സംശയിക്കുന്നത്. ഇവിടുത്തെ തീരദേശ പ്രവാഹങ്ങൾ ശക്തമാണ്. നദി പുറത്തോട്ടൊഴുകുന്നു. അദ്ദേഹം ഒരു വലിയ അഴിമുഖത്തിനടുത്തുള്ള വെള്ളം പോലും ആസ്വദിക്കുകയും അത് കുറച്ച് ഉപ്പുരസമുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. തന്റെ നാവിനെന്തോ പ്രശ്നമുണ്ടാകാമെന്ന് തീയോ നിർദ്ദേശിക്കുന്നു. പക്ഷേ യൂഥീമെനേസ് തോൾ കുലുക്കുന്നു. നൈലിന് ഒരു സഹോദരനുണ്ടായിരിക്കാം, അവൻ പറയുന്നു. അല്ലെങ്കിൽ ഒരു കസിൻ, പടിഞ്ഞാറ് നിന്നൊഴുകുന്നതാവാം. ഈ പ്രസ്താവനയിൽ ചരിത്രകാരന്മാർ ഇപ്പോഴും കുഴപ്പത്തിലാണ്. സെനഗൽ നദിയെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നൈജർ നദിയെയോ? അറിയപ്പെടുന്ന ലോകവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു പശ്ചിമാഫ്രിക്കൻ ജലസ്രോതസ് നിർദ്ദേശിച്ച ആദ്യത്തെ മെഡിറ്ററേനിയൻ അദ്ദേഹമായിരുന്നു.
അതോ അദ്ദേഹം വെറുതെ ദാഹിച്ചും കാവ്യാത്മകനുമായിരുന്നു? എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ മാപ്പുകൾ വളരെ വിചിത്രമായി മാറുന്നു. അദ്ദേഹം അനിശ്ചിതമായ അഴിമുഖങ്ങളുള്ള നദികൾ വരയ്ക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്ന തീരങ്ങൾ അദ്ദേഹം സ്കെച്ച് ചെയ്യുന്നു. അദ്ദേഹം മുഴുവൻ ഭാഗങ്ങളും ബ്ലാങ്കായി വിടുന്നു. അജ്ഞാതത്താലല്ല, മറിച്ച് സത്യസന്ധതയാൽ. കള്ളത്തരമുള്ള അതിർത്തികളേക്കാൾ ഒരു ഗ്യാപ്പ് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അദ്ദേഹം തിയോയ്ക്ക് പറയുന്നു, അതിർത്തികളുള്ള ഒരു നുണയേക്കാൾ നല്ലത്. ആ തത്വം, എളിമയുള്ള കാർട്ടോഗ്രഫി, അതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. മറ്റുള്ളവർ ഡ്രാഗണുകൾ വരയ്ക്കുന്നിടത്ത് അദ്ദേഹം തിരമാലകൾ കുത്തിക്കുറിക്കുന്നു. മറ്റുള്ളവർ തീ വരയ്ക്കുന്നിടത്ത് അദ്ദേഹം സ്പേസ് വിടുന്നു. പക്ഷേ എല്ലാവരും അദ്ദേഹത്തിന്റെ മെത്തേഡുകളോട് യോജിക്കുന്നില്ല. അടുത്ത തുറമുഖത്ത് ഒരു ചെറിയ മണൽ നിറഞ്ഞ ഔട്ട്പോസ്റ്റിൽ കാലാവസ്ഥ കാരണം തകർന്ന ടെമ്പിളായി യൂഥീമനേസ് കുഴപ്പത്തിൽപ്പെടുന്നു. അദ്ദേഹം തേൻ സമ്മാനമായി നൽകുകയും വിശ്രമിക്കാനൊരു സ്ഥലം മാന്യമായി ചോദിക്കുകയും ചെയ്യുന്നു. ഒരു പരുന്തുകണ്ണുകളും ധാരാളം ചുരുളുകൾ മനപ്പാടമാക്കിയ ഒരാളുടെ ഊർജവും ഉയരവുമുള്ള പുരോഹിതൻ അദ്ദേഹം എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ ലോകം മാപ്പ് ചെയ്യുകയാണ്, യൂഥീമനേസ് മറുപടി പറയുന്നു. പുരോഹിതൻ നെറ്റിച്ചുളിക്കുന്നു. ഈ ലോകം മാപ്പ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, ശരിയാണ്, ഇതുവരെ ഇത് എതിർത്തിട്ടില്ല എന്നാണ് കരുതിയത്. പക്ഷെ പുരോഹിതൻ ചിരിക്കുന്നില്ല. മറിച്ച് ദൈവങ്ങളുടെ അതിർത്തികൾ വരിക്കുന്ന ആളുകൾ കൊടുങ്കാറ്റുകളെ ക്ഷണിക്കുകയാണെന്ന് അദ്ദേഹം പിറുപിറുക്കുന്നു. ദൈവങ്ങൾ ഒരു കാരണം കൊണ്ടാണ് പരിധികൾ നിശ്ചയിക്കുന്നത് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. യൂഥീമനേസ് പോലെയുള്ളവർക്ക് ചെറിയ ഓർമ്മകളും കുറഞ്ഞ ആയുസ്സുമുള്ളതാണ്. തിയോ അതെല്ലാം സന്തോഷത്തോടെ എഴുതുന്നു. അവർ പുലർച്ചെ ഒരു ബാഗ് ഒപ്പിട്ട നാരങ്ങയും ഒരു പുതിയ കഥയുമായി പുറപ്പെടുന്നു. ദൈവങ്ങൾ നിങ്ങളെ അടിക്കില്ലായിരിക്കാം, പക്ഷേ അവരുടെ ആരാധകർ ഇപ്പോഴും അല്പം തീവ്രമാണ്. എന്നിട്ടും യൂഥീമനേസ് ചിത്രങ്ങൾ വരയ്ക്കുന്നു. അയാൾ ഒരു വിമതനല്ല, അയാൾ ഒരു നായകനുമല്ല. എന്നാലും പേനയും കടൽമറവികളെക്കുറിച്ചുള്ള മൃദുലമായ പാട്ടുമായി ഇതിഹാസങ്ങളെ മറികടന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ ആൽക്കിയോൺ ഒരു കപ്പൽ എന്നതിലുപരി പൊങ്ങിക്കിടക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ്. അവസാനിക്കാൻ വിസമ്മതിക്കുന്ന കടലുകളിലേക്ക് കൂടുതൽ സഞ്ചരിക്കുന്നു. ജ്യോതിശാസ്ത്രവും ധീരതയും തുല്യ അളവിലുള്ള ദിശാബോധമുള്ള ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ. സപ്ലൈസ് സ്ഥിരമായി തുടരുന്നു. എന്നിരുന്നാലും ക്രൂ ഒരുതരം ആത്മീയ ഭയത്തോടെ വീഞ്ഞ് റേഷൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മദ്യപിക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുമെന്നതുപോലെ. യാത്രയുടെ ഈ ഘട്ടം നാടകീയത കുറഞ്ഞതും കൂടുതൽ നിശബ്ദമായി അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ്. ചെറിയ മാറ്റങ്ങളോടെ ദിവസങ്ങൾ കടന്നുപോകുന്നു. തീരപ്രദേശം മങ്ങുകയും ഒരു ശ്വാസം പോലെ മടങ്ങുകയും ചെയ്യുന്നു. പക്ഷികൾ അപ്രത്യക്ഷമാകുന്നു, പിന്നീട് വീണ്ടും പ്രത്യക്ഷമാകുന്നു. ആകാശമോ വളരെ വ്യക്തമാണ്. വസ്തുത്തിൽ വളരെ വ്യക്തമാണ്. തിയോ പോലും നക്ഷത്രങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് നിർത്തുന്നു. ഇപ്പോൾ ഇത് ഒരേ നക്ഷത്രങ്ങളാണ്, അദ്ദേഹം പിറുപിറുക്കുന്നു. അവർ ഞങ്ങളെ അത്ഭുതപ്പെടുത്താൻ പോലും ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ക്രൂ ഉള്ളിലേക്ക് തിരിയുന്നു. അവർ പതിവുകളിൽ ഉറച്ചു നിൽക്കുന്നു. മെച്ചപ്പെട്ട പദത്തിനഭാവത്തിൽ അവർ അവരുടെ റുട്ടീൻസ് ചെയ്യാനൊരുങ്ങുന്നു. യൂഥീമനസ് അതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു സ്ഥിരതയുള്ള ക്രൂ ഒരു സുരക്ഷിത ക്രൂ ആണ്. രാവിലെകൾ പായൽ പരിചരിക്കുന്നതിനും കെട്ടുകൾ പരിശോധിക്കുന്നതിനും ഉപ്പുവെള്ളത്തിൽ പയർ തിളപ്പിക്കുന്നതിനുമുള്ളതാണ്. ഒരു തുഴച്ചുകാരൻ ചൂയിങ് നിരാശ എന്ന് വിശേഷിപ്പിച്ച പാചകാനുഭവം. ഉച്ചയ്ക്ക് ശേഷം നിശബ്ദമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു. ചാർട്ടിംഗ്, പാച്ചിംഗ്, ഭൂമിയുടെ ശരിയായ ആകൃതിയെക്കുറിച്ച് വാദിക്കുന്നു. എപ്പോഴും ആകാംക്ഷയോടെ തിയോ അതൊരു ഡ്രമ്മാണെന്ന് തറപ്പിക്കുന്നു. നിക്കോസ് അതൊരു ഉറങ്ങുന്ന പശുവിന്റെ മുകളിൽ ബാലൻസ് ചെയ്ത ഒരു പ്ലേറ്റാണെന്ന് നിർദ്ദേശിക്കുന്നു. യൂഥീമനസ് പുഞ്ചിരിച്ചുകൊണ്ട് മറ്റൊരു അപൂർണ വൃത്തം വരയ്ക്കുന്നു. എന്നാൽ കടലിനേക്കാൾ അവരുടെ ദിവസങ്ങളെ രൂപപ്പെടുത്തുന്നത് സാധനങ്ങളും നക്ഷത്രങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ്. ഭക്ഷണം, കൂടുതലും ഉണക്കിയ ബാർലി, ഒലിവ്, പുക കൊണ്ടുണ്ടാക്കിയ മത്സ്യം എല്ലാം കുറയാൻ തുടങ്ങിയിരിക്കുന്നു. അത്ര കുറങ്ങല്ല, എന്നാലും എല്ലാവരും ഉണക്കമുന്തിരിയെ നിധി പോലെ നോക്കിക്കാണുന്നു. തിയോ ഒരു ഗെയിം കണ്ടുപിടിക്കുന്നു. മറ്റുള്ളവർ കേട്ടിട്ടില്ലാത്ത 3 കടൽ ദൈവങ്ങളെ നിങ്ങൾക്ക് പേരു പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്തിപ്പഴം ലഭിക്കും. ഐസോ, സുഖം പ്രാപിക്കുന്നതിൻ്റെ ദേവത, ഒരാൾ നിർദ്ദേശിക്കുന്നു. അവൾ ചിലപ്പോൾ നീന്തും. അന്ധവിശ്വാസങ്ങൾ ബാർണക്കിളുകൾ പോലെ വളരുന്നു. ഒരു നാവികൻ ഉറങ്ങുന്നതിനു മുമ്പ് 3 തവണ കൊടിമരത്തിൽ മുട്ടാൻ തുടങ്ങുന്നു. മറ്റൊരാൾ തന്റെ ബെഞ്ചിന്റെ വശത്ത് ചെറിയ ആമകൾ കൊത്തിവെക്കാൻ തുടങ്ങുന്നു, അവയ്ക്ക് വീട്ടിലേക്കുള്ള വഴിയറിയാം എന്ന് പിറുപിറുത്തുകൊണ്ട്.
സാധാരണ യുക്തിവാദിയായ യൂഥിമിനസ് പോലും രാത്രിയിൽ തന്റെ ഭൂപടങ്ങൾ ത്രികോണങ്ങളായി മടക്കാൻ തുടങ്ങുന്നു. വൃത്തിക്ക് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നു. എന്നാലും എപ്പോഴും മൂന്നെണ്ണത്തിൽ മാത്രം. നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ. ആദ്യം അവ വഴികാട്ടികളാണ്. വടക്കൻ നക്ഷത്രമായ പൊളാരിസ് അവയുടെ സ്ഥാനബോധം ഉറപ്പിക്കുന്നു. അവയുടെ അക്ഷാംശം കണക്കാക്കാൻ യൂത്തിമിനസ് ഒരു അസംസ്കൃത ഗ്നോമോൺ, മണലിലെ ഒരു വടിയുടെ നിഴൽ ഉപയോഗിക്കുന്നു. എന്നാൽ താമസിയാതെ അവയുടെ സ്ഥാനം വളരെ ചെറുതായി മാറുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. നമ്മൾ തെക്കോട്ട് മുങ്ങുകയാണ്. അദ്ദേഹം ഒരു രാത്രി പിറുപിറുക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ വഴിതെറ്റിയെന്നാണ് നിക്കോസ് സഹായകരമായി വാഗ്ദാനം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം, യൂത്തിമിനസ് തുടരുന്നു, നമ്മൾ ഭൂമധ്യരേഖയോട് അടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ അതുപോലെന്തെങ്കിലും. ഭൂമി നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ വളഞ്ഞതായി എനിക്ക് തോന്നുന്നു. ഇത് ഊഹമാണോ അതോ തിളക്കമാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. യൂത്തിമിനസിന്റെ രീതികളെക്കുറിച്ച് വളരെ കുറച്ച് രേഖകളേയുള്ളൂ. എന്നാലും പ്രായോഗിക നാവിഗേഷനിലൂടെ ഗോളാകൃതിയായ ഭൂമിയെ മനസ്സിലാക്കിയ ആദ്യ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹമെന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ പറയുന്നത് അദ്ദേഹം ഭാഗ്യവാനായതുകൊണ്ടും തീരത്തെത്തിയതുകൊണ്ടുമാവാം എന്നും. എന്തായാലും ഭൂമി പുറത്തേക്ക് വളഞ്ഞത് ഒരു തളികയ്ക്ക് പകരം വയറുപോലെയാണ് എന്ന സൂചന ഒന്നിലധികം നാവികരെ അസ്വസ്ഥരാക്കി. തിയോ തന്റെ ജേണലിൽ എഴുതുന്നു, ക്യാപ്റ്റൻ വീണ്ടും ഒന്നിനു നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശുഭാപ്തിമാസത്തിന്റെ അടയാളം, അല്ലെങ്കിൽ ഭ്രാന്ത്, മിക്കവാറും രണ്ടും. പിന്നെ സ്വപ്നങ്ങൾ വരുന്നു. കൊടുങ്കാറ്റുകളോ സൈറനുകളോ ഇല്ല, ജസ്റ്റ് സ്വപ്നങ്ങൾ, ഉജ്ജ്വലമായവ. രാത്രിയിൽ ക്രൂ ഉണരാൻ തുടങ്ങുന്നു. അവർ കണ്ട വിചിത്രമായ ചിത്രങ്ങൾ നിശബ്ദമായി പങ്കുവയ്ക്കുന്നു. നക്ഷത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു നദി, പുറകിൽ പായൽ മൂടിയ ഒരു തിമിംഗലം, ഒരു പെണ്ണ് മീൻ മുള്ളുകൊണ്ട് മുടി ചീകുന്നു. അവർ ഉണർന്നപ്പോഴവർക്ക് ഓർമ്മിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് മന്ത്രിക്കുന്നു. യൂത്തിമിനസ് ശ്രദ്ധിക്കുന്നു, എന്നാൽ വ്യാഖ്യാനം നൽകുന്നില്ല. അയാൾക്ക് സ്വന്തം സ്വപ്നങ്ങളുണ്ട്. ഒന്നിൽ അയാൾ തന്റെ ജന്മനാട് വെള്ളത്തിനടിയിൽ കാണുന്നു. ഇപ്പോഴും തിരക്കുള്ളതാണ്, ഇപ്പോഴും വ്യാപാരം നടത്തുന്നതാണ്. എന്നാൽ ഓരോ പൗരനും ചിടകളുണ്ട്. മറ്റൊന്നിൽ അയാൾ കടലിലെത്താൻ മണിക്കൂറുകളോളം ഓടേണ്ടി വരുന്നത്ര വലിയ ഒരു ഭൂപടത്തിൽ നിൽക്കുന്നു. അവ അടയാളങ്ങളാണോ? സമ്മർദ്ദമാണോ? ഒരുപക്ഷെ ഉപ്പുമൂലമുണ്ടാവുന്ന ഭ്രമാത്മകതകളാകാം. ഒരു രാത്രി അയാൾ തിയോയോട് ചോദിക്കുന്നു, ദൈവങ്ങൾ സ്വപ്നങ്ങൾ അയക്കുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? തിയോ പരിഗണിക്കുന്നു. സ്വപ്നങ്ങൾ കാറ്റുപോലെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ അവ ഉപകാരപ്രദമാണ്, ചിലപ്പോൾ അവ നിന്റെ സ്റ്റ്യൂ തട്ടിമാറ്റുന്നു. ന്യായമായ മറുപടി. അവർ കപ്പൽ യാത്ര തുടരുമ്പോൾ സമുദ്രം അവർക്കൊരു സമ്മാനം നൽകുന്നു, ഒരു അപ്രതീക്ഷിത കരന്റ്. അത് സൗമ്യവും ഉഷ്ണവും സ്ഥിരതയുമുള്ളതാണ്. അതവരെ തെക്ക് പടിഞ്ഞാറോട്ട് വലിക്കുന്നു. യൂത്തിമിനസ് ആദ്യം അത് അനുഭവിക്കുന്നു. കീലിനു കീഴിലെ സൂക്ഷ്മമായ വലിവ്. ഒരു കടൽ നദി, അദ്ദേഹം മന്ത്രിക്കുന്നു, സമുദ്രത്തിലൂടെ ഒഴുകുന്നു. ആധുനിക സമുദ്രശാസ്ത്രജ്ഞർ ഇതിനെ കനാറി കരന്റ് എന്ന് വിളിക്കും. ഇത് നോർത്ത് അറ്റ്ലാന്റിക് ഗൈറിന്റെ കിഴക്കൻ അതിർത്തി പ്രവാഹങ്ങളിലൊന്നാണ്. എന്നാൽ ആൽക്കിയോണിന്റെ സംഘത്തിന് അത് മാന്ത്രികമാണ്. അല്ലെങ്കിൽ പിന്നെ ലോകത്തെ ചുറ്റുന്ന ഒരു നദിയായ ഓഷ്യാനസിന്റെ പുരാതന ആശയത്തിന്റെ തെളിവുമായിരിക്കാം. ഈ പ്രവാഹം അതിലും വലുതു നിന്റെ ഭാഗമാകുമെന്ന് യൂത്തിമിനസ് വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഒരു പാത മാത്രമല്ല, ഒരു പസിൽ പീസും. ഒരു പ്രവാഹത്തിന് കാറ്റില്ലാതെ കപ്പലുകളെ വലിക്കാൻ കഴിയുമെങ്കിൽ കടൽ അവയെ വലിക്കുന്നതുകൊണ്ട് നദികൾ കടലിലേക്ക് ഒഴുകാമെന്നും ഭിന്നചിന്താഗതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നൈൽ അവർ ചിന്തിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്നില്ല. അദ്ദേഹം ഇതൊന്നും ഉറക്കെ പറയുന്നില്ല. പകരം അദ്ദേഹം കുറിപ്പുകൾ എഴുതുന്നു. തിരമാലകളുടെ മാതൃക അദ്ദേഹം വരയ്ക്കുന്നു. ചന്ദ്രൻ നേരത്തെ ഉദിക്കുകയും പ്രവാഹം ശക്തിപ്പെടുകയും ചെയ്യുന്ന ദിവസങ്ങൾ അദ്ദേഹം അടയാളപ്പെടുത്തുന്നു. അദ്ദേഹം എപ്പോഴും നിരീക്ഷിക്കുന്നു, നിശബ്ദമായി, ക്ഷമയോടെ, ഭക്തിയോടെ. കടൽ വളരെ പഴയ ഒരു മൃഗമാണ് എന്ന പോലെ പതുക്കെ തന്റെ ശീലങ്ങൾ വെളിപ്പെടുത്തുന്നു. അന്ധവിശ്വാസങ്ങൾ അപ്രത്യക്ഷമാകുന്നില്ല. വസ്തുതയിൽ ഓരോ പുതിയ നിരീക്ഷണത്തിലും അവ കൂടുതൽ വളരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് ഒരു നാവികൻ ഇപ്പോൾ കൊടിമരത്തിൽ മുട്ടുവാൻ നിർബന്ധിതനാകുന്നു. എപ്പോഴും ആർക്കൈവിസ്റ്റായ തിയോ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. ചരിത്രകാരന്മാരിതിഷ്ടപ്പെടും എന്ന് അദ്ദേഹം പിറുപിറുക്കുന്നു. യൂത്തിമിനസ് ചിരിക്കുന്നു. ചരിത്രകാരന്മാർ ആശയക്കുഴപ്പത്തിലാകും. അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം. ഇന്നും ചരിത്രകാരന്മാരിൽ ഭിന്നാഭിപ്രായമുണ്ട്. ചിലർ പറയുന്നത് യൂത്തിമിനസ് നല്ല ഊഹങ്ങളുള്ള ഒരു സർഗാത്മക നാവികനായിരുന്നു എന്നും. മറ്റു ചിലർ പറയുന്നത് ജലചക്രം, അറ്റ്ലാന്റിക് പ്രവാഹങ്ങൾ,
ഭൂമധ്യരേഖ, ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗങ്ങൾ പോലും കോമ്പസ്, ദൂരദർശിനി, മർക്കേറ്റർ പ്രൊജക്ഷൻ എന്നിവയില്ലാതെ ആദ്യമായി മനസ്സിലാക്കിയത് അദ്ദേഹമാണ് എന്നുമൊക്കെയാണ്. എന്നാൽ അന്ന് യാഥാർത്ഥ്യം മിത്തുപോലെ വിചിത്രവും മനോഹരവുമാകാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പായും സുരളും സ്വപ്നവുമുള്ള ഒരു സാധാ മനുഷ്യൻ മാത്രമായിരുന്നു അദ്ദേഹം. ചാരനിറത്തിലുള്ള നിസ്സംഗമായൊരു പ്രഭാതത്തിലാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ അജ്ഞാതമായത് പര്യവേക്ഷണം ചെയ്യുകയാണോ അതോ ഒരു മീൻപിടുത്ത യാത്രയിൽ വെറുതെ ഇരിക്കുകയാണോ എന്നത് പരിഗണിക്കാത്ത ഒരു പ്രഭാതം. ആകാശം താഴ്ന്നു തൂങ്ങിക്കിടക്കുന്നു. മങ്ങിയ വെള്ളി ഷീറ്റ്. വായുവിന് ചെമ്പിന്റെ മങ്ങിയ രുചി. ആൽക്യോണിലെ ജീവനക്കാർ പ്രഭാത ഭക്ഷണത്തെക്കുറിച്ച് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന പതിവ് പാതിവഴിയിലാണ്. ലുക്കൌട്ട് മുന്നിലെന്തോ ഒന്നുണ്ട് എന്ന് പിറുപിറുക്കുമ്പോൾ. കരയല്ല, കപ്പലുമല്ല, വെറും ചലനം. ചക്രവാളത്തിലൊരു വീർപ്പുമുട്ടൽ. ദിവസങ്ങളായി സ്ഥിരത പുലർത്തിയ സമുദ്രം അതിന്റെ തൊലിക്കുള്ളിൽ എന്തോ മറയ്ക്കുന്നതുപോലെ വിചിത്രമായി അലയടിക്കുന്നതായി തോന്നുന്നു. യൂത്തിമെനേസ് കണ്ണുകൾക്ക് സംരക്ഷണം നൽകി മുന്നിലുള്ള വെള്ളത്തിലേക്ക് കയർന്നു. അവൻ കാണുന്നത് അവനെ നിർത്തുന്നു. മുന്നിലുള്ള വെള്ളം ഇരുണ്ടതായി കാണപ്പെടുന്നു. സമുദ്രം പോലെയല്ല, ദ്രാവക നിഴലുപോലെയാണ്. തിരമാലകൾക്കിടയിൽ രൂപങ്ങൾ മിന്നിമറിയുന്നു. കൃത്യമായി രാക്ഷസന്മാരല്ല, പക്ഷേ പക്ഷികളുമല്ല. ക്രൂ നിശബ്ദമാവുന്നു. അവർ അടുക്കുന്നത് അവർക്ക് പേരറിയില്ലെങ്കിലും കാനറി പ്രവാഹത്തിന്റെ തെക്കോട്ടുള്ള തിരിവിലേക്കാണ്. അവിടെ വെള്ളം കൂടുതൽ പോഷകസമൃദ്ധമാവുകയും ആയിരക്കണക്കിന് സമുദ്രജീവികളെ ആകർഷിക്കുകയും ചെയ്യുന്നു. മത്സ്യങ്ങൾ കുതിക്കുന്നു, ടേണുകൾ അലറുന്നു. അതിനെല്ലാം താഴെ വെള്ളമൊരു വിചിത്രമായ ശ്വാസകോശം പോലുള്ള താളത്തിൽ മാറുന്നു. സമുദ്രം ശ്വസിക്കുന്നതുപോലെ. സമുദ്രത്തിനിപ്പോൾ ശ്വാസകോശമുണ്ട് നിക്കോസ്, വ്യക്തമായി പറഞ്ഞു. തികഞ്ഞത്. അവർ അസ്വസ്ഥതയിലൂടെ പതുക്കെ ജാഗ്രതയോടെ കടന്നുപോകുന്നു. ആരും വരിവരിയായി അണിനിരക്കുന്നില്ല. ഒഴുക്ക് അവരെ വലിച്ചെടുക്കുന്നു. മത്സ്യങ്ങൾ വെള്ളി നദികളിൽ അവയ്ക്ക് താഴെ കറങ്ങുന്നു. മത്സ്യങ്ങൾ പോലെ അലയടിക്കുന്നു. നിഴലുകൾ കൂടുതൽ താഴേക്ക് മിന്നിമറയുന്നു. ട്യൂണ, പക്ഷേ അതൊരു പഴയ കാണും. അപ്പോഴാണ് അത് എന്ന പോലെ പെട്ടെന്നത് നിൽക്കുന്നത്. നിശ്ചലമായ വെള്ളം, നിശ്ചലമായ ആകാശം, ഭയാനകമായ ഒരു നിശബ്ദത വീഴുന്നു. ശാന്തമല്ല, ഒഴിഞ്ഞുകിടക്കുന്നു. നിങ്ങളുടെ പിന്നിലെ നിങ്ങളെ പരീക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന തരം നിശബ്ദത. യൂത്തിമെനസ് എഴുതുന്നു. കടലിന് മനോഭാവങ്ങളുണ്ട്. ഇത് അപരിചിതമാണ്. അസ്വസ്ഥനായ ഒരേ ഒരാളല്ല അദ്ദേഹം. തിയോ അതിന്റെ നോട്ടുകൾ പതിവിലും മുറുക്കെ പിടിക്കുന്നു. കുട്ടിക്കാലത്തും ഉപയോഗിക്കാത്ത പ്രാർത്ഥനകൾ ക്രൂ മന്ത്രിക്കുന്നു. മത്സ്യം മുന്നറിയിപ്പ് നൽകിയതാണെന്ന് ഒരു നാവികൻ തറപ്പിച്ചു പറയുന്നു. ആകാശം തെറ്റായി കാണപ്പെട്ടതാണെന്ന് മറ്റൊരാൾ അവകാശപ്പെടുന്നു. പറന്നുപോകുക, അത് താഴേക്ക് അമർത്തുന്നതുപോലെ. ആ വൈകുന്നേരം യൂത്തിമെനസ് അവൻ കണ്ടത് വരച്ചുകാട്ടുന്നു. മത്സ്യമല്ല, തിരമാലകളല്ല, മറിച്ച് സംവേദനം. അവൻ ഓവർലാപ്പിംഗ് വൃത്തങ്ങൾ വരയ്ക്കുന്നു. അവയ്ക്ക് താഴെ ഒരു കണ്ണിന്റെ നിര. മനുഷ്യന്റെ കണ്ണുകളല്ല, നോക്കുന്ന കണ്ണുകൾ. തിയോ അവന്റെ തോളിൽ ഉറ്റുനോക്കുന്നു. അതും ശാസ്ത്രീയമല്ല, എന്നാൽ സമുദ്രവുമല്ല എന്ന് യൂത്തിമെനസ് മറുപടി പറയുന്നു. ആ രാത്രിയിൽ ക്രൂ പിന്മാങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. നമ്മുടെ വാദം നമ്മൾ തെളിയിച്ചു. നമ്മൾ തൂണുകൾ കടന്നുപോയി. നമ്മൾ മരിച്ചിട്ടില്ല. നമുക്ക് വീട്ടിലേക്ക് പോകാം. കൃത്യമായി മറ്റൊരാൾ പറയുന്നു. നമ്മുടെ ഭാഗ്യം പരീക്ഷിക്കരുത്. എന്നാൽ യൂത്തിമെനസ് പ്രതികരിക്കുന്നില്ല. അവൻ വീണ്ടും നക്ഷത്രങ്ങളെ നോക്കിയൊരു കഷ്ണം കട്ടിയുള്ള റൊട്ടി ചവയ്ക്കുകയാണ്. അവനെ നിശബ്ദനാക്കുന്നത് ധാംവിഭമല്ല, അത് ജിജ്ഞാസയാണ്. നിങ്ങളുടെ വാരിയെല്ലുകൾക്കിടയിൽ മൂളുന്ന തരം, ആർപ്പു വിളിക്കാത്ത തരം. അത് മന്ത്രിക്കുന്നു, കൂടുതലുണ്ട് എന്ന്. തിയോ അവസാനം നിശബ്ദത ഭംഗിക്കുന്നു. നമ്മൾ മുന്നോട്ടു പോവുകയാണല്ലേ? യൂത്തിമെനസ് തലയാട്ടുന്നു. എങ്കിലും മടി തുടരുന്നു. പ്രചരിക്കാത്ത സന്ദർഭങ്ങളിലേക്ക് നിങ്ങൾക്ക് വിശദീകരിക്കാൻ ശ്രമിക്കാം. മത്സ്യൻ മനസ്സിലാക്കുന്ന പ്രത്യേകതയുടെ കഥയെന്താണെന്ന്. ജീവി എന്നൊരു മനുഷ്യൻ പറയുന്ന അവിടെ ആളുകൾ മത്സ്യങ്ങളിൽ ശകുനങ്ങൾ കാണാൻ തുടങ്ങുന്നതിന് മുമ്പായി. കുറച്ചു നാവികർ സമുദ്രത്തെ അവൾ എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. എന്നാൽ സ്നേഹപൂർവമല്ല, നിങ്ങളെ പരീക്ഷിക്കാൻ പ്രവണതയുള്ളൊരു മൂടിയമ്മായിയെ പോലെയാണ്. ഈ വെള്ളത്തിൽ യൂത്തിമെനസ് എന്താണ് കൃത്യമായി കണ്ടതെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നു. ചിലർ വിശ്വസിക്കുന്നു തണുത്ത മുകളിലേക്കുള്ള നീരൊഴുക്ക് വരച്ച ഒരു സാഡിൻ പൂവ് അവൻ കണ്ടുവെന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നു അത് വെറും മൂടൽ മഞ്ഞും ഭാവനയും മാത്രമാണ് എന്ന്.
ശ്വസിക്കുന്ന സമുദ്രം ആന്തരിക തിരമാലകളുടെ ആദ്യത്തെ വിവരണമാണെന്നൊരു ഫ്രിഞ്ച് സിദ്ധാന്തം നിർദ്ദേശിക്കുന്നു. യൂത്തിമെനസ് നേരിട്ട് തർക്കങ്ങൾക്ക് അവകാശപ്പെടുന്നില്ല. ക്രാക്കനുകളെക്കുറിച്ചോ കടൽ സർപ്പങ്ങളെക്കുറിച്ചോ അവൻ ഒരിക്കലും എഴുതുന്നില്ല. മറിച്ച് ചലനം, മനോഭാവം, ഘടന എന്നിവയെക്കുറിച്ചാണ് അവൻ വിവരിക്കുന്നത്. പൂർണ്ണചന്ദ്രന് കീഴിൽ പ്രവാഹം കൂടുതൽ ശക്തമായി സ്പന്ദിക്കുന്നുവെന്ന് അവൻ കുറിക്കുന്നു. വാദദിശ മാറുമ്പോൾ വായു കൂടുതൽ ഭാരമുള്ളതായി അനുഭവപ്പെടുമെന്നും അവൻ എഴുതുന്നു. അവന്റെ കാലത്തെ ശാസ്ത്രത്തോട് ഇതൊന്നും ശരിയായി യോജിക്കുന്നില്ല. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം സമുദ്രശാസ്ത്രജ്ഞന്മാർ യോജിച്ച് തലയാട്ടും. ഏറ്റുമുട്ടലിന് ശേഷം സംഘം കൂടുതൽ ശ്രദ്ധാലുക്കളായി. അവർ 2 തവണ കയറുകൾ പരിശോധിക്കുന്നു. അവർ കുറച്ചു പാട്ടുകൾ പാടുന്നു. കയ്യിലിരുന്ന ഉറങ്ങുന്ന കടുവയെ കാണുന്നതുപോലെ അവർ സമുദ്രത്തെ കാണാൻ തുടങ്ങുന്നു. ഭയത്തോടെ, അല്പം ഭയത്തോടെ, എന്നാൽ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത പോലെ. ഒരു ദിവസം രാവിലെ അവർ വിദൂര ഒരു കപ്പൽ കാണുന്നു. ഞാങ്ങുകൾ കൊണ്ട് പൊതിഞ്ഞത്. വ്യക്തമായും ഗ്രീക്കല്ല. അവരടുക്കുന്നതിനു മുമ്പ് അത് അപ്രത്യക്ഷമാകുന്നു. തിയോ ആഹ്ലാദിക്കുന്നു. തെളിവ്, വ്യാപാരപാതകളുടെ തെളിവ്. അവൻ കരയുന്നു. മറ്റൊരാൾ ഇത്രയും ദൂരമെത്തി. വേറെ ആരും ആഘോഷിക്കുന്നില്ല. തൂണുകൾക്കപ്പുറം അവർ ഒറ്റപ്പെട്ടിട്ടില്ല എന്ന ആശയം ആശ്വാസകരമാണെങ്കിലും അത് ആഴത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ആ ദിവസം വൈകുന്നേരം ഒരു കൊടുങ്കാറ്റ് ചക്രവാളത്തിലേക്ക് അഞ്ഞാടുന്നു. അത് അവരെ സ്പർശിക്കുന്നില്ല. ആകാശത്തിലെ പപ്പരാസികളെപ്പോലെ ദൂരെ മിന്നലുകൾ. യൂത്തിമെനസ് അതിനെ സൂക്ഷ്മമായി നോക്കുന്നു. അവൾ നമുക്ക് പല്ലുകൾ കാണിക്കുന്നു, അവൻ മെദ്യമായി പറയുന്നു. പക്ഷെ കടിക്കുന്നില്ല. തുടർന്നുള്ള ശാന്തതയിൽ യൂത്തിമെനസ് അവന്റെ ഭൂപടത്തിലേക്ക് മടങ്ങുന്നു. കൊടുങ്കാറ്റിന്റെ ദിശ, വിചിത്രമായ മത്സ്യായിട്ടുമുട്ടൽ, ചന്ദ്രന്റെ സമയം, ഇതെല്ലാം അവൻ അടയാളപ്പെടുത്തുന്നു. അവൻ അതിർത്തികൾ വരയ്ക്കുന്നില്ല, മറിച്ച് ചലനം മാത്രം. വരകളുടെ അർത്ഥമെന്താണെന്ന് തിയോ ചോദിക്കുമ്പോൾ യൂത്തിമെനസ് തോൾ ചുരിക്കുന്നു. അവ നമ്മൾ പഠിക്കുന്നു. പതുക്കെ, ഒരു ശ്വാസം സമയം. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോകുന്നു. പകുതി ഭയത്തോടെ, പകുതി അത്ഭുതത്തോടെ. ഭക്ഷണം കുറയുന്നു, എന്നാൽ പുറത്തു പോകുന്നില്ല. ആത്മാക്കൾ മിന്നിമറിയുന്നു, എന്നാൽ ഒരിക്കലും മരിക്കുന്നില്ല. എല്ലായ്പ്പോഴും സമുദ്രം അവരുടെ താഴെ നീങ്ങുന്നു. വിശാലവും ക്ഷമയുള്ളതുമായൊരു ദൈവത്തെപ്പോലെ, എവിടെയുമില്ലാത്തൊരു ദൈവത്തെപ്പോലെ. ആദ്യം തീരം മാറുന്നു. പതുക്കെ അതടുത്തു വരുന്നു. ആൽക്കിയോൺ ദിശ തെറ്റിയതുകൊണ്ടല്ല, മറിച്ച് ഭൂഖണ്ഡം തന്നെ കിഴക്കോട്ട് സൂക്ഷ്മമായി വളയുന്നതുകൊണ്ടാണ്. സംഘത്തിന് ഇതുവരെ അത് അറിയില്ല. പക്ഷേ അവർ പശ്ചിമാഫ്രിക്കയുടെ വീർപ്പുമുട്ടൽ വളയാൻ തുടങ്ങിയിരിക്കുന്നു. ആധുനിക ഭൂപടങ്ങൾ മൗരിറ്റാനിയ അല്ലെങ്കിൽ സെനഗൽ എന്ന് ലേബൽ ചെയ്യുന്നതിനടുത്തായി എവിടെയോ. പിന്നെ മൂടൽമഞ്ഞു വരുന്നു. ചക്രവാളത്തിൽ ഒരു മന്ത്രണം പോലെയാണ് അത് ആരംഭിക്കുന്നത്. കടലിന് കുറുകെ ഒരു പാത്രം പാലുപോലെ വിളറിയതും താഴുന്നതുമാണ്. ആദ്യം അത് നിരുപദ്രവകരമായി തോന്നുന്നു. ഒരു പ്രഭാത മൂടൽമഞ്ഞ്, കടന്നുപോകുന്ന ഒരു പ്രേതം. പക്ഷേ അവർ മുന്നോട്ടു പോകുമ്പോൾ അത് കട്ടിയാകുന്നു, ബോട്ടിനെ പൊതിയുന്നു. മരക്കഷ്ണങ്ങളുടെ ശബ്ദവും വെള്ളത്തിൻ്റെ അടിയുമൊഴികെ എല്ലാ ശബ്ദങ്ങളും മങ്ങുന്നു. കഥകൾ ആരംഭിക്കുന്നത് ഇപ്പോഴാണ്. മത്സ്യത്തൊഴിലാളികൾ എന്ന് ഒരു നാവികൻ പറയുന്നു. അങ്ങനെയൊന്നുമില്ല എന്ന് മറ്റൊരാൾ അല്പം വേഗത്തിൽ പിറുപിറുക്കുന്നു. അവർ പറയുന്നു, ആദ്യത്തേത് തുടരുന്നു. തൂണുകൾക്കപ്പുറം ചവണികളുള്ള ആളുകളുണ്ട്, വലയിട്ട വിരലുകൾ. അവർ കൊടുങ്കാറ്റിൽ പാടുന്നു. കപ്പലുകളുടെ കയറുകൾ കടിക്കുന്നു. തിയോ പുരികമുയർത്തുന്നു. നീ എപ്പോഴെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ മനുഷ്യൻ മറുപടി നൽകുന്നു. പക്ഷേ ഞാൻ അവയെ കേട്ടിട്ടുണ്ട്. അതാണ് വിചാരിക്കുന്ന കാര്യം, ശബ്ദം. ഇവിടെ മൂടൽമഞ്ഞ് അവയെ ദുർബലമായ സമ്മാനങ്ങളെപ്പോലെ കൊണ്ടുപോകുന്നു. വെള്ളത്തിനു കുറുകെ നേരിയ വിചിത്രമായ ശബ്ദങ്ങൾ പ്രതിധ്വനിക്കുന്നു. ഗട്രൽ ക്ലിക്കുകൾ, നീണ്ട ത്രില്ലുകൾ, സാധാരണ തരംഗങ്ങളുടെ താളത്തിന് പൊരുത്തമില്ലാത്ത ഇടയ്ക്കിടയ്ക്കുള്ള സ്പ്ലാഷുകൾ. യൂത്തിമെനസ് ഒന്നും പറയുന്നില്ല, പക്ഷേ അദ്ദേഹം അതെല്ലാം രേഖപ്പെടുത്തുന്നു. ക്ലിക്കുകൾ, മൂടൽമഞ്ഞ്, അദൃശ്യ സ്പ്ലാഷുകൾ. കട്ടിയുള്ള ചാരനിറത്തിൽ സഞ്ചരിക്കാൻ ശബ്ദമുപയോഗിക്കുന്ന തിമിംഗലങ്ങളോ ഡോൾഫിനുകളോ ആണെന്ന് തിയോ ഉറക്കെ ആശ്വസിക്കുന്നു. അല്ലെങ്കിൽ മത്സ്യക്കണ്ണികകൾ എന്ന് നിക്കോസ് പിറുപിറുക്കുന്നു. ഉണങ്ങിയ കണവകളെ ചവയ്ക്കുന്നു. അതുകൊണ്ട് നമുക്ക് മത്സ്യക്കണ്ണികകളെ തള്ളിക്കളയാനാവില്ല. ആൽക്കിയോൺ മുന്നോട്ട് നീങ്ങുന്നു. സാവധാനവും സ്ഥിരതയിലും മൂടൽമഞ്ഞ് അവയുടെ തുഴകളെ നിശബ്ദമാക്കുന്നു. അവർ ഒരു ചെറിയ ദ്വീപസമൂഹത്തിലൂടെ കടന്നുപോകുന്നു. കാറ്റിൽ പാറുന്ന നർത്തകരെപ്പോലെ മരങ്ങളുള്ള താഴ്ന്ന ദ്വീപുകൾ. ഒന്നിൽ അവർ രൂപങ്ങൾ കാണുന്നു, ആളുകളോ പ്രതിമകളോ. മൂടൽമഞ്ഞയെല്ലാം വളച്ചൊടിക്കുന്നു. അവർ അടുത്തെത്തുമ്പോഴേക്കും രൂപങ്ങൾ അപ്രത്യക്ഷമാകും.
ആ രാത്രിയിൽ ജോലിക്കാർ ഡെക്കിൽ കെട്ടിയിടുന്നു. മിക്കവാറും അവർ എന്തിനെയാണ് ഭയപ്പെടുന്നതെന്ന് ആരും പറയുന്നില്ല, പക്ഷേ മൂടൽമഞ്ഞ് അവരെ വീണ്ടും നിരീക്ഷിക്കുന്നുണ്ടാകാം. തിയോയുടെ ജേണലിൽ അവൻ ഒരു രൂപം വരച്ചു. ഉയർന്ന കടൽപ്പായൽ കൊണ്ട് പൊതിഞ്ഞ വിശാലമായ കണ്ണുകളും കടൽനുര പുറത്തുള്ള വായയുമുള്ളത്. നമുക്ക് പുതിയ കര കണ്ടെത്തിയില്ലെങ്കിൽ ഭയത്തിൽ കൂടി നമ്മളത് കണ്ടുപിടിക്കും എന്ന് അദ്ദേഹം കുറിക്കുന്നു. ചരിത്രകാരന്മാർ ഇപ്പോഴും ഈ വിവരണങ്ങളെക്കുറിച്ച് വാദിക്കുന്നു. ചിലരിവയെ ഒറ്റപ്പെടലും പുലിച്ച മത്സ്യവും മൂലമുണ്ടാകുന്ന കടൽ യാത്ര ഭ്രമണാത്മകകളായി തള്ളിക്കളയുന്നു. മറ്റു ചിലർ സൂചിപ്പിക്കുന്നത് ക്രൂ ആദ്യകാല ആഫ്രിക്കൻ തീരദേശ ജനതയെ കണ്ടുമുട്ടിയിരിക്കാമെന്നാണ്. അവരുടെ റീഡ് കനോകളും രാത്രി മത്സ്യബന്ധന ആചാരങ്ങളും കട്ടിയുള്ള മൂടൽമഞ്ഞിലൂടെ കാണുമ്പോൾ ഗ്രീക്ക് കണ്ണുകൾക്ക് അന്യമായി തോന്നിയിരിക്കാമെന്നും. എന്നാൽ സംശയികൾ പോലും സമ്മതിക്കുന്നു, യാത്രയുടെ ഈ ഭാഗത്തെക്കുറിച്ച് അവരെ ആഴത്തിൽ അസ്വസ്ഥമാക്കിയ എന്തോ ഉണ്ടായിരുന്നു. മൂടൽമഞ്ഞിൽ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും കപ്പലിന് വ്യത്യസ്തമായ ഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങുന്നു. മോശമല്ല, മധുരം മച്ചിലാർ, എരിവ്, കറുവപ്പട്ടയും മരച്ചീനയും ചൂടുള്ള അപ്പത്തിൻ്റെ എല്ലാം ഗന്ധം കാറ്റിൽ ആഞ്ഞടിക്കുന്നു. സുഗന്ധം കാറ്റിൽ തങ്ങി നിൽക്കുന്നു. കണ്ടെത്താൻ അസാധ്യമാണ്. അവർ തീരപ്രദേശത്തിൽ തിരഞ്ഞു, പക്ഷേ മൂടൽമഞ്ഞും നിഴലുകളും മാത്രം. ഇത് ചൂണ്ടയാണ് എന്നൊരാൾ മന്ത്രിക്കുന്നു. നമ്മെ ആകർഷിക്കാൻ ശ്രമിക്കുന്ന എന്തോ ആണ്. തിയോ വിയോജിക്കുന്നു. ഇത് കരയാണ്, വ്യാപാരം, നാഗരികത. യുത്തിമിനസ് മങ്ങിയ ചിരിയുടെ മറുപടി പറയുന്നു, ഇത് രണ്ടുമാകാം പക്ഷേ എന്ന്. അങ്ങനെയാണ് അത് അതിരുകൾക്കപ്പുറത്തേക്ക് പോകുന്നത്. ഓരോ നിമിഷവും യുക്തിക്കും ഇതിഹാസത്തിനും ഇടയിലുള്ള ഒരു ചർച്ചയാണ്. ഓരോ സിദ്ധാന്തത്തിനും ഒരു പ്രേതം, ഓരോ സുഗന്ധവ്യഞ്ജനത്തിനും മൂടൽമഞ്ഞിലൊരു ശബ്ദം. അവർ ഒരു താഴ്ന്ന കടൽ തീരത്ത് അല്പനേരം നങ്കൂരമിടുന്നു. ഗ്രാമമില്ല, പക്ഷേ ജീവന്റെ ലക്ഷണങ്ങൾ. കൊത്തിയ മരം, ആഭരണങ്ങളിലൊട്ടിച്ച ഷെല്ലുകൾ, പഴയ തീയിൽ നിന്നുള്ള ചാരം. ഒരു മണൽക്കൂനിൻ്റെ പിന്നിൽ നിന്ന് ഒരു കുട്ടി അവരെ നോക്കുന്നത് തനിക്ക് കാണാമെന്ന് ഒരു നാവികൻ സത്യം ചെയ്യുന്നു. എന്നാൽ അവൻ വിളിക്കുമ്പോൾ ഉത്തരമില്ല. നിങ്ങൾക്കറിയാത്ത എന്തോ ഒന്നറിയുന്നതുപോലെ ചിരിക്കുന്ന കാറ്റുമാത്രം. ആ രാത്രിയിൽ അവരുടെ അടുത്തൊരു ചെറിയ ബോട്ട് പൊങ്ങി വരുന്നു. കപ്പലില്ല, തുഴകളില്ല, ഇലകളിൽ പൊതിഞ്ഞ ഒരു കെട്ടുപിടിച്ച് ഡ്രിഫ്റ്റ് വുഡ് ഒരുമിച്ച് ചാരമൊന്ന. യുത്തിമിനസ് അത് തുറക്കുന്നു. അകത്ത് ഉണങ്ങിയ പഴം, കൊത്തിയ ഒരു മീൻ കൊൽക്ക്, ഒരു തേനീച്ച മെഴുകിൻ്റെ പന്ത്. തിയോയുടെ കൈകൾ വിറയ്ക്കുന്നു. ഇതൊരു സന്ദേശമാണ്. അതിലെന്താണ് പറയുന്നത് എന്ന് നിക്കോസ് ചോദിക്കുന്നു. യുത്തിമിനസ് മെഴുകു ഉയർത്തിപ്പിടിക്കുന്നു. അതിലിങ്ങനെ പറയുന്നു, നിങ്ങളെ നിങ്ങൾ കാണുന്നു, നിങ്ങൾ ആദ്യത്തെ ആളല്ല എന്ന്. ചരിത്രത്തിൻ്റെ പല പതിപ്പുകളിലും ഗ്രീക്കുകാരെ പര്യവേക്ഷകരായി കാണുന്നു. എന്നാൽ സ്വീകർത്താക്കളായും അവർ എത്തിയിരുന്നു. കാർത്തേജിനിയക്കാർ, ഫിനീഷ്യൻസ്, ബർബരികൾ, ഏതൻസിനേക്കാളുള്ള പഴയ വ്യാപാരപാതകൾ. ഈ നിമിഷം ഇവിടെ മൂടൽമഞ്ഞിൽ യുത്തിമിനസിൻ്റെ നിശബ്ദമായ തിരിച്ചറിവായിരിക്കാം. അവൻ കണ്ടെത്തുന്നില്ല, അവൻ ചേരുകയാണ്. അവർ മണിക്കൂറുകൾ നിശബ്ദമായി പൊങ്ങി നിൽക്കുന്നു. ഒഴുക്കവയെ വഹിക്കാൻ അനുവദിക്കുന്നു. മൂടൽമഞ്ഞ് സൗമ്യമായി സ്പന്ദിക്കുന്നു. സ്വന്തം താളത്തിൽ അത് ആജീവികമാകുന്നു. കപ്പലിൻ്റെ ഓരോ ഞെരുക്കവും വർദ്ധിച്ചമായി അനുഭവപ്പെടുന്നു. ഓരോ ഹൃദയമിടിപ്പും പ്രതിധ്വനിക്കുന്നു. പിന്നെ പ്രഭാതത്തോടടുക്കുമ്പോൾ മൂടൽമഞ്ഞുയരുന്നു. സാവധാനം, ഒരു തിരശീല പിന്നിലേക്ക് വലിക്കുന്നതുപോലെ. മുന്നിൽ തീരം, ഉരുണ്ടുകൂടുന്ന കുന്നുകൾ, മരങ്ങൾ, പക്ഷികൾ. അതിനപ്പുറം പുക, ഒരു ഗ്രാമം, ജീവിതം. യുത്തിമിനസ് ആഘോഷിക്കുന്നില്ല. അവൻ ദീർഘമായും താഴ്ത്തിയും ശ്വാസം വിട്ട് മന്ത്രിക്കുന്നു, നമ്മൾ എവിടെയോ ആണ്. ആ ഗ്രാമം ആരവങ്ങളോടെയല്ല, മറിച്ച് സുഗന്ധത്തോടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. മരങ്ങളുടെ മുകളിലൂടെ മൃദുവായി ചുരുണ്ടുകിടക്കുന്ന പുക, പാചകം ചെയ്യുന്ന ധാന്യത്തിൻ്റെ ഗന്ധം, ആൽക്കിയോണിലെ ആർക്കും പറയാൻ കഴിയാത്ത വെള്ളത്തിന് മുകളിലൂടെ ഒഴുകുന്ന കൈപ്പേറിയ എന്തോ ഒന്ന്. ഇതൊരു നഗരമല്ല, ഒരു പട്ടണം പോലുമല്ല. കാടിൻ്റെ പകുതി കെട്ടിപ്പിടിച്ച ഒരു ചരിവിൽ സ്ഥിതി ചെയ്യുന്ന വെയിലിൽ ചുട്ടുപഴുത്ത കുടിലുകളുടെ ഒരു കൂട്ടം മാത്രം. പക്ഷേ യൂഥിമാനസിനും സംഘത്തിനും അത് അറ്റ്ലാന്റിസുമാകാം. അവർ ജാഗ്രതയോടെ കടൽ തീരത്ത് നങ്കൂരമിടുന്നു. അവരെ സ്വാഗതം ചെയ്യാൻ ആരും ഓടുന്നില്ല, ആരും ഓടിപ്പോകുന്നുമില്ല. കുറച്ചു വ്യക്തികൾ ദൂരെ നിന്ന് നോക്കുന്നു. നഗ്നമായ കാലുകളുള്ള, വിശാലമായ തോളുള്ള, ശാന്തരായ കർഷകർ. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ, അല്ലെങ്കിൽ അവരുടെ വേഷം പരീക്ഷിക്കുന്ന ദൈവങ്ങൾ. തിയോ പ്രായോഗികമായി നൃത്തം ചെയ്യുകയാണ്. ഇതാണ്, ഇത്രയും തെക്കോട്ട് ബന്ധപ്പെടുന്ന ആദ്യത്തെ ഗ്രീക്കുകാർ ഞങ്ങളാണ്. നിക്കോസ് പിറുപിറുക്കുന്നു. എന്നിട്ടും അവർ നമ്മുടെ മുമ്പിൽ ധാരാളം വിചിത്രജീവികളെ കണ്ടതുപോലെ നോക്കുന്നു. അതാണ് കാര്യം.
അവർ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ഡിങ്കിയിൽ അവർ കരയിലേക്ക് തുഴയുമ്പോഴേക്കും ഒരു കുട്ടി കടൽ തീരത്തിന്റെ പകുതി ദൂരം അവരെ കണ്ടുമുട്ടുന്നു. പഴങ്ങൾ നിറഞ്ഞൊരു കൊത്തുപണി ചെയ്ത പാത്രം അയാൾ പിടിച്ചിരിക്കുന്നു. വാഴപ്പഴം കൂടുതലും നീരും നിഗൂഢതയും സ്രവിക്കുന്ന ഒരു പൾപ്പും ഓറഞ്ച് നിറത്തിലുള്ള ഒരു വസ്തുവും. ഇതൊരു നഗരമല്ല, ഒരു പട്ടണം പോലുമല്ല. കാടിന്റെ പകുതി കെട്ടിപ്പിടിച്ച ഒരു ചരിവിൽ സ്ഥിതി ചെയ്യുന്ന വെയിലിൽ ചുട്ടുപഴുത്ത കുടിലുകളുടെ ഒരു കൂട്ടം മാത്രം. പക്ഷേ യൂത്തിമെനസിനും സംഘത്തിനും അത് അറ്റ്ലാന്റിസുമാകാം. അവർ ജാഗ്രതയോടെ കടൽ തീരത്ത് നങ്കൂരമിടുന്നു. അവരെ സ്വാഗതം ചെയ്യാൻ ആരും ഓടുന്നില്ല, ആരും ഓടിപ്പോകുന്നുമില്ല. കുറച്ചു വ്യക്തികൾ ദൂരെ നിന്ന് നോക്കുന്നു. നഗ്നമായ കാലുകളുള്ള, വിശാലമായ തോളുള്ള, ശാന്തരായ കർഷകർ. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ, അല്ലെങ്കിൽ അവരുടെ വേഷം പരീക്ഷിക്കുന്ന ദൈവങ്ങൾ. തിയോ പ്രായോഗികമായി നൃത്തം ചെയ്യുകയാണ്. ഇതാണ്, ഇത്രയും തെക്കോട്ട് ബന്ധപ്പെടുന്ന ആദ്യത്തെ ഗ്രീക്കുകാർ ഞങ്ങളാണ്. നിക്കോസ് പിറുപിറുക്കുന്നു. എന്നിട്ടും അവർ നമ്മുടെ മുമ്പിൽ ധാരാളം വിചിത്ര ജീവികളെ കണ്ടതുപോലെ നോക്കുന്നു. അതാണ് കാര്യം, അവർ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ ഡിങ്കിയിൽ അവർ കരയിലേക്ക് തുഴയുമ്പോൾ ഒരു കുട്ടി കടൽ തീരത്തിന്റെ പകുതി ദൂരം അവരെ കണ്ടുമുട്ടുന്നു. പഴങ്ങൾ നിറഞ്ഞ ഒരു കൊത്തുപണി ചെയ്ത പാത്രം, വാഴപ്പഴം കൂടുതലും നീരും നിഗൂഢതയും സ്രവിക്കുന്ന പൾപ്പ്, ഓറഞ്ച് നിറത്തിലുള്ള ഒരു വസ്തുവും. അതയാൾ ഒരു ചെറിയ വില്ലുകൊണ്ട് സ്വീകരിക്കുന്നു. വാക്കുകൾ പരസ്പരം കൈമാറുന്നില്ല. ഒരു തലയാട്ടൽ, തുറന്ന കൈപ്പത്തി, നിങ്ങളൊരു അതിഥിയാണ്, വിജയിയല്ല എന്നു പറയുന്ന തരത്തിലുള്ള കണ്ണുകൾ. ഈ തീരദേശ പ്രദേശം ആദ്യകാല ട്രാൻസ് സഹാറൻ വ്യാപാര ശൃംഖലകളുടെ ഭാഗമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ ഇപ്പോൾ സംശയിക്കുന്നു. ഗ്രീക്ക് നാവികർക്ക് സാഹസികത കാണിക്കാനുള്ള ആശയമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ സ്വർണം, ആനക്കൊമ്പ്, ഉപ്പ് എല്ലാം കൈകളിലൂടെ കടന്നുപോയി. നാട്ടുകാർ പ്രാകൃതരോ ഒറ്റപ്പെട്ടവരോ ആയിരുന്നില്ല, അവർ തിരക്കിലായിരുന്നു. യൂത്തിമെനസ് അവരുടെ ക്ഷേത്രങ്ങളെയോ പ്രധാനികളെയോ കാണാൻ ആവശ്യപ്പെടുന്നില്ല. ഉണക്കിയ ഔഷധങ്ങളുടെ കെട്ടുകൾക്ക് പകരം ചെറിയ ഗ്ലാസ് മണികളും ഒലീവ് ഓയിലും അദ്ദേഹം വിൽക്കുന്നു. തിയോ ആംഗ്യങ്ങളിലൂടെ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു. അത് പെട്ടെന്ന് പാൻറ്റോമൈമിംഗ് ആറുകളായി മാറുന്നു. ഒരു കൂട്ടം ഒത്തുകൂടുന്നത് അവനിൽ നിന്ന് പഠിക്കാനല്ല, മറിച്ച് അവൻ്റെ ആടിൻ്റെ മതിപ്പ് കണ്ട് ചിരിക്കാനാണ്. നമ്മുടെ അറിവിൽ അവർ മതിപ്പുള്ളവകാക്കുന്നില്ലല്ലോ. തിയോ നെടുവീർപ്പിട്ടു. ഇല്ല, നമ്മൾ മണ്ടന്മാരായി കാണപ്പെടാൻ ഭയപ്പെടുന്നില്ലെന്ന് അവർക്ക് തോന്നുന്നു. ആ ഉച്ചതിരിഞ്ഞ് അവർ ഭക്ഷണം പങ്കിടുന്നു. തിമിംഗലം, മത്സ്യം, അച്ചാറിട്ട എന്തോ ഒന്ന്, പുളിപ്പിച്ച സാധനങ്ങൾ പോലും എല്ലാം രുചിക്കുന്ന ഒരു പ്രകടനം യൂത്തിമെനസ് നടത്തുന്നു. ജോലിക്കാർ ജാഗ്രത പാലിക്കുന്നു, പക്ഷേ അവൻ്റെ വഴി പിന്തുടരുന്നു. ഭക്ഷ്യനയതന്ത്രം അത് പ്രവർത്തിക്കുന്നു. ഒരു മനുഷ്യൻ ചെറിയ നാണയങ്ങൾ പോലെ ചെതുമ്മലുകളുള്ള ഒരു ഉണക്കിയ മീൻ അവർക്ക് കൊണ്ടുവരുന്നു. മറ്റൊരു സ്ത്രീ കടൽച്ചെല്ലുകൾ കൊണ്ട് നേഞ്ഞ ഒരു വല കാണിക്കുന്നു. യൂത്തിമെനസ് രണ്ടും പവിത്രമായ കലാസൃഷ്ടികൾ പോലെ പരിശോധിക്കുന്നു. പിന്നീട് അവർക്ക് ഉൾനാട്ടിലേക്ക് നയിക്കുന്ന ഒരു പാത കാണിക്കുന്നു. പക്ഷേ ഒരു വ്യാപാരമാർഗമായിരിക്കാം. തീർച്ചയായും അവൻ പ്രലോഭിക്കപ്പെടുന്നു, എപ്പോഴും പ്രലോഭിക്കപ്പെടുന്നു. പക്ഷെ കാട് വ്യത്യസ്തമായ ഒരു അജ്ഞാതത്തോടെ സ്പന്ദിക്കുന്നു. അതിനകത്തേക്ക് പ്രവേശിക്കുന്നത് കടലിൻ്റെ നൂല് പൂർണ്ണമായി നഷ്ടപ്പെടുമെന്ന് അയാൾക്ക് തോന്നുന്നു. അങ്ങനെ അയാൾ തുടരുന്നു. തിയോ എല്ലാം ഭ്രാന്തമായി രേഖപ്പെടുത്തുന്നു. വളഞ്ഞ മേൽക്കൂരുകളുള്ള കുടിലുകൾ, സർപ്പിളമായി വരച്ച പാത്രങ്ങൾ, വ്യക്തമായ ആയുധങ്ങളില്ല. സൗഹൃദമാണ്, പക്ഷെ ജിജ്ഞാസയില്ല. നമ്മൾ പുതുമയാണ്, ഭീഷണിയല്ല. ആ ഉച്ചതിരിഞ്ഞ് ഒരു മൂപ്പൻ യൂത്തിമെനസിനെ സമീപിച്ച് കൈകൾ കൊണ്ടൊരാംഗ്യം കാണിക്കുന്നു. തിരകൾ പോലെ വിരലുകൾ പുറത്തേക്കൊഴുകുന്നു. പിന്നെ അയാൾ കിഴക്കോട്ടും പിന്നീട് താഴേക്കും പിന്നീട് പടിഞ്ഞാറോട്ടും ചൂണ്ടിക്കാണിക്കുന്നു. അത് യൂത്തിമെനസ് തിരിച്ചറിയുന്ന ഒരു പാറ്റേണാണ്. നദികൾ, അയാൾ ഉറക്കെ പറയുന്നു. അദ്ദേഹം നദികളെ വിവരിക്കുന്നു. അയാൾക്കൊരു മെഴുകുഫലകം കാണിച്ച് നൈൽ ഡെൽറ്റ വരച്ചിട്ട് ചോദ്യഭാവത്തിൽ ആംഗ്യം കാണിക്കുന്നു. മൂപ്പൻ പുഞ്ചിരിക്കുന്നു. പിന്നീട് സ്വന്തം വരകൾ വരയ്ക്കുന്നു. ഉൾനാട്ടിൽ പടിഞ്ഞാറുനിന്നൊഴുകുന്ന ഒരു വലിയ നദി ഭൂമിയെ പിളർന്നു പോഷിപ്പിക്കുന്നു. അയാളുടെ ആംഗ്യം വ്യക്തമല്ല. ഈ നദി നൈൽ നദിയിലേക്ക് ഒഴുകുന്നുവെന്ന് അയാൾ വിശ്വസിക്കുന്നു. ചരിത്രകാരന്മാർ ഇപ്പോഴും ഈ കൈമാറ്റത്തെക്കുറിച്ച് വാദിക്കുന്നു. അത് ശരിയായിരുന്നു. നൈജർ അല്ലെങ്കിൽ സെനഗൽ നദികളെക്കുറിച്ചുള്ള പ്രാകൃത ഭൂമിശാസ്ത്ര വിവരങ്ങൾ യൂത്തിമെനസ് യഥാർത്ഥത്തിൽ ശേഖരിച്ചോ
അതോ അദ്ദേഹം മാന്യമായ ആംഗ്യങ്ങളുടെ ഒരു പരമ്പര തെറ്റിദ്ധരിച്ചു? പക്ഷേ അയാളുടെ കുറിപ്പുകളിൽ ഭൂമിശാസ്ത്രജ്ഞൻ ഉറപ്പാണ്. മഹാനദി നമ്മൾ വിചാരിച്ച ഇടത്തുനിന്ന് ആരംഭിക്കുന്നില്ല. അത് പടിഞ്ഞാറ് നിന്ന് വരുന്നു, കടൽ വഹിക്കുന്നു. ലോകത്തിൻ്റെ ശിരകൾ നമ്മുടെ ഭൂപടങ്ങൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ നീളമുള്ളതാണ്. ആ രാത്രിയിൽ അവൻ ആൽക്കിയോണിൻ്റെ ഡെക്കിൽ ഉണർന്നിരിക്കുന്നു. മരങ്ങൾക്ക് പിന്നിൽ ഗ്രാമത്തിലെ വിളക്കുകൾ മിന്നിമറയുന്നു. തലയ്ക്കു മുകളിലുള്ള നക്ഷത്രങ്ങൾ അല്പം വ്യത്യസ്തമായി തോന്നുന്നു. ചൂടും തണുപ്പും ഗണിതശാസ്ത്രവും കുറവാണ്. കൂടുതൽ ജിജ്ഞാസയുണ്ട്. അവ ശരിക്കും മാറിയതാണോ അതോ മാറിയെന്നുറപ്പില്ലാതെ അവൻ അവയെ വീണ്ടും വരച്ചു. ഒരു സഹപ്രവർത്തകൻ ചോദിക്കുന്നു, ക്യാപ്റ്റൻ, നാളെ ഞങ്ങൾ തിരിച്ചു പോകുന്നില്ലേ? യൂത്തിമാനസ് തലയാട്ടുന്നു. അതെ, നമ്മൾ നൂലിൽ സ്പർശിച്ചു. മടങ്ങാനുള്ള സമയമായി. അവർ നമ്മെ വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവൻ ചക്രവാളത്തിലേക്ക് നോക്കുന്നു. ഇല്ല, പക്ഷേ അത് മുമ്പൊരിക്കലും ഞങ്ങളെ തടഞ്ഞിട്ടില്ല. അവരൊരു ദിവസം കൂടി സ്ഥിരം താമസിക്കുന്നു. അവർക്ക് വിവർത്തനം ചെയ്യാൻ കഴിയാത്ത കഥകൾ വ്യാപാരം ചെയ്യുന്നു. അവർക്ക് പേരിടാൻ കഴിയാത്ത സസ്യങ്ങൾ വരയ്ക്കുന്നു. ഒരു കുട്ടി തിയോയ്ക്ക് കടലാമയുടെ പുറംതോടും ആട്ടിൻ തൊലിയും കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ഡ്രം സമ്മാനിക്കുന്നു. അവനത് നിധി പോലെ കൊണ്ടു നടക്കുന്നു. അവർ പോകുമ്പോൾ ആരും അവരെ തടയുന്നില്ല. ഒരു പുരോഹിതൻ പോലും അവരെ വാഴ്ത്തിപ്പറയുന്നില്ല. മൂടൽമഞ്ഞു തിരിച്ചു വരുന്നില്ല. വെള്ളം തുറക്കുന്നു. തിരകളുടെ ശബ്ദം ഏതാണ്ട് തൃപ്തമാണ്. കടൽ തന്നെ ചോദിച്ചതിന് നന്ദി പറയുന്നത് പോലെ. ആൽക്കിയോൺ വടക്കോട്ട് നീങ്ങുമ്പോൾ യൂത്തിമാനസ് ഒരു പുതിയ ചുരുൾ ആരംഭിക്കുന്നു. ഒന്നും തെളിയിക്കാനല്ല, ഓർമ്മിക്കാൻ വേണ്ടി മാത്രം. കാരണം ഇപ്പോൾ ഹെർക്കുലീസിന്റെ സ്തംഭങ്ങൾക്കപ്പുറം അവിടെ എന്താണ് ജീവിക്കുന്നതെന്ന് അവൻ അറിയാം. രാക്ഷസന്മാരല്ല, ഭ്രാന്തല്ല, മറിച്ച് ജീവിതം. താൽപ്പര്യമില്ലാത്തത്, മാപ്പു ചെയ്യാത്തത്, ശല്യപ്പെടുത്താത്തത്. ഗ്രീക്ക് ചാർട്ടിൽ അടിക്കുറിപ്പായി നിൽക്കുന്നതിൽ അത്ഭുതമാർന്നിരിക്കുന്നത്. വടക്കോട്ടുള്ള വിജയം ഒരു വിജയകരമായ തിരിച്ചുവരവല്ല. കൊമ്പുകളില്ല, സ്വർഗീയ അടയാളങ്ങളില്ല. ഒരു മൃദുവായ പ്രവാഹവും കടലിലേക്ക് മുങ്ങുന്ന തുഴകളുടെ ക്ഷീണിച്ച താളവും മാത്രം. ആൽക്കിയോൺ വന്നതുപോലെ നിശബ്ദമായി വീട്ടിലേക്ക്. എന്നിരുന്നാലും അതിലെ ജീവനക്കാർക്ക് കൂടുതൽ ഭാരമുണ്ടെന്ന് തോന്നുന്നു. ശരീരത്തിലല്ല, അറിവിലാണ്. അവർ ഇപ്പോൾ സഞ്ചരിക്കുന്ന തീരം പരിചിതമായി തോന്നുന്നു, പക്ഷെ പുതുതായി അന്യമായി തോന്നുന്നു. ഒരു കാലത്ത് ലോകത്തിൻ്റെ അറ്റമായിരുന്നത് ഇപ്പോൾ ഒരു പാതിവഴി പോലെയായി. ഗ്രാമത്തിൽ നിന്ന് ഒരു കഷ്ണം ഉണങ്ങിയ മാമ്പഴം ചവച്ചുകൊണ്ട് ഒരു അലസമായ ഉച്ചതിരിഞ്ഞത് തിയോ അത്രയും പറയുന്നു. ലോകം ഇവിടെ അവസാനിച്ചുവെന്ന് ഞാൻ കരുതിയിരുന്നു. അത് നമ്മളെക്കുറിച്ചല്ലെന്ന് മാറുന്നു. യൂത്തിമനേസ് മറുപടി പറയുന്നില്ല. അദ്ദേഹം വീണ്ടും തീരപ്രദേശം നിരീക്ഷിക്കുകയാണ്. ഇതുവരെ വരയ്ക്കാത്ത പക്ഷികൾക്കായി മരങ്ങൾ പരിശോധിക്കുന്നു. ഒരിക്കൽ പ്രാകൃതവും പ്രതീക്ഷ നൽകുന്നതുമായ അരികുകൾ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്കെച്ച് ബുക്ക് ഇപ്പോൾ കുഴപ്പമില്ലാത്ത നിരീക്ഷണങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അർദ്ധസുതാര്യമായ മുള്ളുകളുള്ള മത്സ്യം, അക്രോണാകൃതിയിലുള്ള കുടിലുകൾ, ഉഷ്ണപ്രദേശത്തിൽ നിന്ന് മാത്രം ദൃശ്യമാകുന്ന പുതിയ നക്ഷത്രരാശികൾ. കാറ്റവരെ വടക്കൂട്ടു പോകാൻ സഹായിക്കുന്നു. പക്ഷേ അത് കുറച്ചു ചഞ്ചലമാണ്. ചിലപ്പോൾ അത് മണിക്കൂറുകളോളം നിശബ്ദമായിരിക്കും. ചിലപ്പോൾ ഒരു ചില്ല പോലെ ആടിയുലയും. മറ്റു ചിലപ്പോൾ അത് പായമുറുക്കി മുന്നോട്ട് കുതിച്ചു സ്ഥിരത നിലനിർത്താൻ ക്രൂവിൻ്റെ സഹായം തേടും. ഈ വിചിത്രവും തിരക്കില്ലാത്തതുമായ തിരിച്ചുവരവിൽ ക്രൂ മാറുന്നു. അവർ രാക്ഷസന്മാരെക്കുറിച്ച് മന്ത്രിക്കുന്നത് നിർത്തി. കടിക്കാൻ എന്നതുപോലെ അവർ കടലിനെ കാണുന്നത് നിർത്തി. ഇപ്പോൾ അവർ അതിനെ ഒരു പഴയ സുഹൃത്തിനെ പോലെയാണ് കാണുന്നത്. ചിലപ്പോൾ കടങ്കഥകളിൽ സംസാരിക്കും. ഇപ്പോഴും പ്രവചിക്കാനാവാത്തതാണ്, പക്ഷേ ദയയില്ലാത്തതല്ല. ഒരു കാലത്ത് എഴുതുന്നവരെ പരിഹസിച്ച നിക്കോസ് ഇപ്പോൾ തിയോയുടെ മെഴുകുബോർഡ് കടമെടുത്ത് കാറ്റിൻ്റെ ആകൃതി കണ്ടെത്താൻ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. അത് വളയുന്നു എന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നു. അത് നേരെ വീശുന്നില്ല, അത് പിന്നോട്ട് വട്ടമിടുന്നു. തിയോ ചിന്താപൂർവം തലയാട്ടുന്നു. ഒരുപക്ഷേ ലോകവും അങ്ങനെ ചെയ്യുമായിരിക്കും. അവർ കഴിയുന്നിടത്ത് നിർത്തുന്നു. ചെറിയ മത്സ്യബന്ധന ഔട്ട്പോസ്റ്റുകൾ, ശാന്തമായ ഇൻലെറ്റുകൾ. ഇടയ്ക്കിടെ ആരെങ്കിലും അവരുടെ കപ്പലിനെ ഗ്രീക്കാണെന്ന് തിരിച്ചറിയുന്നുമുണ്ട്. ഒരിക്കൽ കാർത്തേജിൽ നിന്നുള്ള ഒരു വ്യാപാരി അവർ തിരിച്ചുകൊണ്ടുവന്ന ഏത് കഥകൾക്കും പകരമായി അവരുടെ മുഴുവൻ ചരക്കും വാങ്ങാൻ വാഗ്ദാനം ചെയ്യുന്നു. യൂത്തിമനേസ് നിരസിക്കുന്നു. അവൻ പങ്കിടാൻ തയ്യാറല്ല, ഇതുവരെയില്ല. ഒരു ദിവസം രാവിലെ
സൂര്യോദയത്തിന് തൊട്ടുമുൻപ് കടൽ തിളഞ്ഞുന്നു. മാന്ത്രികമായിട്ടല്ല, പ്ലവംഗങ്ങളോടൊപ്പം. കപ്പലിൻ്റെ മന്ദഗതിയാൽ ഇളക്കിയ ബയോലൂമിനസെന്റ് ആൽഗകൾ വെള്ളത്തിനരിയിൽ തെറിച്ചു വീഴുന്ന നക്ഷത്രങ്ങൾ പോലെ പ്രകാശിക്കുന്നു. കപ്പലിൻ്റെ പുറന്തോടിൽ തട്ടിയ ഇളം പച്ചത്തിളക്കത്താൽ ആകർഷിച്ചവർ ജീവനക്കാർ ഓരോന്നായി ഉണരുന്നു. ആരും സംസാരിക്കുന്നില്ല. ആദ്യമായി മഞ്ഞു കാണുന്ന കുട്ടികളെപ്പോലെ അവർ അത്ഭുതത്തോടെ നോക്കുന്നു. തിയോ മന്ത്രിക്കുന്നു. കടലാത്മാക്കളുടെ ആശയം ഇവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തിളങ്ങുന്ന റെയിലിലൂടെ ഒരു വിരൽത്തുമ്പ് പിന്തുടർന്ന് യൂഥിമെനേസ് പറയുന്നു. ഇല്ല, പക്ഷേ അവ ഒരിക്കലും പോയില്ല എന്നതിൻ്റെ കാരണം ഇത് വിശദീകരിക്കുന്നു. ഈ നിമിഷം ബയോലൂമിനസെന്റ് വേലിയേറ്റങ്ങളുടെ ഈ ഒറ്റ നിരീക്ഷണം യൂഥിമെനേസിന്റെ യഥാർത്ഥ യാത്രയുടെ ഭാഗമാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ചിലർ ഇത് കാവിക കണ്ടുപിടുത്തമാണെന്ന് വാദിക്കുന്നു. മറ്റു ചിലർ പിൻകാല ഗ്രീക്ക് ഗ്രന്ഥങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. വലയിൽ കുടുങ്ങിയ തീച്ചൂളുകളെപ്പോലെ ബോട്ടിനടിയിൽ മിന്നിമറിയുന്ന കടലെന്ന് വിവരിക്കുന്നത്. എന്തായാലും അത് പറ്റിനിൽക്കുന്ന തരത്തിലുള്ള വിശദാംശങ്ങളാണ്. കടലിടുക്കിനെടുക്കുമ്പോൾ അവർക്ക് കുറച്ച് ഗ്രാമങ്ങളെ കാണാൻ കഴിയുന്നുള്ളൂ. ജീവിതത്തിൻ്റെ അടയാളങ്ങൾ കുറവാണ്. പാറക്കെട്ടുകളും മരങ്ങളും തെർമൽ കാറ്റുകളിൽ സഞ്ചരിക്കുന്ന കടൽക്കാക്കകളും മാത്രം. തിയോ കൂടുതൽ വേഗത്തിൽ നടക്കാൻ തുടങ്ങുന്നു. അദ്ദേഹം ഏഥൻസിനെക്കുറിച്ച് ചിന്തിക്കുന്നു. സംശയികളായ പണ്ഡിതന്മാരെയും നല്ല ഭക്ഷണം കഴിക്കുന്ന എഴുത്തുകാരെയും കുറിച്ച് അവർ എൻ്റെ നോട്ടുകൾ വിശകലനം ചെയ്യുകയും തെളിവിക്കാനാവാത്ത എന്തിനെക്കുറിച്ചും മൂങ്ങുകയും ചെയ്യുമായിരിക്കും. അവർ നമ്മളെ നോക്കി ചിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? യൂഥിമെനേസ് തോൾ ചുരുട്ടുന്നു. അതെ, ചിലർ ചിരിക്കും. മറ്റു ചിലർ നമ്മിൽ നിന്ന് മോഷ്ടിക്കും. കുറച്ചുപേർ കേട്ടേക്കാം. ദൈവങ്ങളോ? ദൈവങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ കരുതുന്നു. തിയോ പുഞ്ചിരിക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പലിക്കകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഡ്രമാറ്റിക്കായിട്ടല്ല, അശുഭകരമായിട്ടല്ല, വെറുതെ അവിടെ. താങ്കൾ എപ്പോഴെങ്കിലും മുന്നറിയിപ്പാണെന്ന് മറന്നതുപോലെ കടലിലേക്ക് നീണ്ടുകിടക്കുന്ന രണ്ട് കരങ്ങൾ. സംഘം തുറിച്ചു നോക്കുന്നു. ചിലർ തലകുനിക്കുന്നു. മറ്റു ചിലർ ആദരവോടെ തലയാട്ടുന്നു. പക്ഷേ ആരും പ്രാർത്ഥിക്കുന്നില്ല. കാരണം ഒരു കാലത്ത് പവിത്രമായ ഭീകരതയായിരുന്നത് ഇപ്പോൾ പരിചിതമായ ഭൂമിശാസ്ത്രമാണ്. അവർ പതുക്കെ കടന്നുപോകുന്നു. തിയു നോട്ടുകളെടുക്കുന്നു. നിക്കോസ് ഭാഗ്യത്തിന് വെള്ളത്തിൽ തുപ്പുന്നു. യൂഥിമെനേസ് ശ്വാസം മുട്ടി എന്തോ മന്ത്രിക്കുന്നു. മറ്റാരും കേൾക്കാത്തത്. അവർ ഗേഡീസിൽ, അതായത് ആധുനിക കാദിസിൽ കുറച്ചുനേരം നിർത്തുന്നു. ഡോക്ക് തൊഴിലാളികൾ അവരെ കൗതുകത്തോടെ നോക്കുന്നു. അരികിൽ നിന്ന് മടങ്ങിയതാണോ? ഒരാൾ പകുതി പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നു. അരികില്ല, യൂഥിമെനേസ് മറുപടി പറയുന്നു. ഇനിയില്ല. ഇവിടെയാണ് തിയോ അവസാദം അവരുടെ ചുരുളുകൾ ക്രമീകരിക്കാൻ തുടങ്ങുന്നത്. ഔപചാരികവും ഘടനാപരവുമായ എന്തെങ്കിലും എഴുതാൻ അവൻ ആഗ്രഹിക്കുന്നു. അവനൊരു മാപ്പ് വരയ്ക്കുന്നു. തെക്കോട്ട് പാഞ്ഞുപോകുന്ന തീരപ്രദേശം, അനിശ്ചിതമായ വരകളിൽ അടയാളപ്പെടുത്തിയ ഒരു നദി, ചെറിയ ഈത്തപ്പനകളാൽ വ്യാഖ്യാനിക്കപ്പെട്ട ഗ്രാമങ്ങൾ. അവർ പിന്തുടർന്ന വിചിത്രമായ പ്രവാഹത്തെ അദ്ദേഹം ഓഷ്യാനസ് ബോറിയസ് എന്ന് ലേബിൾ ചെയ്യുന്നു. വടക്കോട്ടെ കടലരുക്ക്. മറ്റുള്ളവർ പിന്നീടതിൻ്റെ പേര് മാറ്റും. പക്ഷേ ആശയം ഇവിടെ ആരംഭിക്കുന്നു. ഒരു മദ്യശാല മൂലയിൽ തണുത്ത ബാർലി സൂപ്പിനും ചൂടുള്ള മഷിക്കും മുകളിലൂടെ. യൂഥിമെനേസ് സഹായിക്കില്ല. അദ്ദേഹം വീണ്ടും ചക്രവാളത്തിലേക്ക് നോക്കുന്നതിൽ തിരക്കാണ്. തിയോ ചോദിക്കുന്നു, അടുത്ത തവണ കൂടുതൽ കപ്പലയാത്ര ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? യൂഥിമെനസ് പുഞ്ചിരിക്കുന്നു. ഇല്ല, താൽക്കാലികമായി നിർത്തുക. പക്ഷേ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞില്ല എങ്കിൽ കടൽ എത്ര ദൂരം പോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതാണ് ചോദ്യം, അല്ലേ? ലോകം എന്താണോ അത് രൂപീകരിക്കുന്നില്ല. പക്ഷെ ആരെങ്കിലും നിർത്താൻ പറയുന്നതിനു മുമ്പ് നമുക്കെത്ര നേരം അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ കഴിയും? മസാലയിലേക്കുള്ള തിരിച്ചുവരവ് അത്രയ്ക്ക് അനിശ്ചിതത്വമുള്ളതാണ്. അതൊരു തമാശ പോലെയാണ് തോന്നുന്നത്. ആഘോഷങ്ങളില്ല, ബാനറുകളില്ല. തുറമുഖ വാച്ച് ടവറിൽ നിന്നുള്ള ഒരു കരച്ചിലും ഒരു വ്യാപാരിയുടെ ലെഡ്ജറിലെ ഒരു എഴുത്തും മാത്രം. പടിഞ്ഞാറൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഗ്രീറ്റ് കപ്പൽ, ജീവനോടെയുള്ള ജീവനക്കാർ, വ്യക്തമല്ലാത്ത ഉദ്ദേശ്യം. ഡോഗ് ഹാൻഡ്സ് കഷ്ടിച്ചു മുകളിലേക്ക് നോക്കുന്നു. അവർക്ക് ആൽഖിയോൺ കടൽശ്വാസവും നനഞ്ഞ ചുരുളുകളുടെ പകുതി ചരക്ക് ഹോൾഡുമുള്ള മറ്റൊരു ക്ഷീണിത ബോട്ടാണ്. വിടർന്ന കണ്ണുകളുള്ളതും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുമായ തിയോ കയറുകൾ കെട്ടുമ്പോൾ പ്രായോഗികമായി വിറയ്ക്കുന്നു.
ഇതിനു വിപരീതമായി യൂഥ്യുവനേസ് മാർക്കറ്റിൽ നിന്നും മടങ്ങുന്നയാളെപ്പോലെ ഗാങ് പ്ലാങ്കിലൂടെ നടക്കുന്നു. ശാന്തനും ധ്യാനാത്മകനും തൻ്റെ ചെരുപ്പുകൾ ഇനി ശരിയായി യോജിക്കാത്തതിൽ അല്പം അസ്വസ്ഥനുമായി. അവൻ്റെ ചർമ്മം ഇരുണ്ടതാണ്, വസ്ത്രങ്ങൾ കൂടുതൽ പരുക്കനാണ്. അവൻ്റെ നോട്ടം എപ്പോഴും അവൻ അഭിമുഖീകരിക്കുന്നിടത്ത് നിന്ന് അല്പം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്നു. നഗരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ചോദ്യങ്ങൾ തുടങ്ങുന്നു. തിയോ പ്രതീക്ഷിച്ച ചോദ്യങ്ങളല്ല. നിങ്ങൾ എന്താണ് കണ്ടെത്തിയത് എന്നോ അല്ലെങ്കിൽ തൂണുകൾക്കപ്പുറം ഒരു നാഗരികതയുണ്ടോ എന്നോ അല്ല. ആദ്യത്തേതിതാണ്: ആരെങ്കിലും മനഃപൂർവ്വം അത്ര ദൂരം സഞ്ചരിക്കുന്നത് എന്തിനാണെന്ന്. നാട്ടുകാർ സംശയാലുക്കളാണ്. അദ്ദേഹത്തിൻ്റെ രക്ഷാകർത്താക്കൾ മാന്യരാണ്. അദ്ദേഹത്തിൻ്റെ സഹപണ്ഡിതന്മാർ മാന്യമായി നിരസിക്കുന്നു. നീ പറയുന്ന പ്രവാഹങ്ങൾ കടലിൽ നിന്നാണോ? ഒരു വൃദ്ധ തത്വജ്ഞാനി ചിരിക്കുന്നു. കടലൊരു പാത്രമാണ് ചെറുപ്പക്കാരാ, എല്ലാം അകത്തേക്ക് ഒഴുകുന്നു. യൂഥ്യുമനേസ് തോളുകൾ കുലുക്കുന്നു. എങ്കിൽ പക്ഷേ അത് ചോരുന്ന പാത്രമായിരിക്കാം. ഇതവനെ മുറിയിൽ നിന്ന് ചിരിപ്പിക്കും. എന്നിട്ടും അവൻ തൻ്റെ വിവരണം തയ്യാറാക്കാൻ തുടങ്ങുന്നു. പതുക്കെ മനഃപൂർവ്വം തിയോയുടെ ചുരുളുകൾ ക്രോസ് റെഫറൻസായി ഉപയോഗിക്കുന്നു. അവൻ്റെ സ്വരം അളക്കപ്പെടുന്നു. പകുതി യാത്രാരേഖ, പകുതി കാലാവസ്ഥാ റിപ്പോർട്ട്. അതിശയകരമായ മൃഗങ്ങളില്ല, ഉഗ്രദൈവങ്ങളില്ല, കാവ്യാലങ്കാരങ്ങളില്ല. പ്രവാഹങ്ങൾ, തീരപ്രദേശങ്ങൾ, വിചിത്രമായ എന്നാൽ സമാധാനപരമായ ഗ്രാമീണർ. ഒരു വലിയ നദി കടലിലേക്കൊഴുകുന്നു. ഇത് നൈൽ നദിയുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഈ അവസാന പോയിന്റ് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്നു. പണ്ഡിതന്മാർ പരിഹസിക്കുന്നു. നൈൽ നദി തെക്കോട്ടൊഴുകുന്നു. അവർ നിർബന്ധിക്കുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ പടിഞ്ഞാറ് ഞങ്ങൾ കണ്ടെത്തിയ ചൂടും ഉപ്പുരസമില്ലാത്ത വെള്ളത്തെക്കുറിച്ച് വിശദീകരിക്കുക. പിന്നോക്കുമാറിയ വേലിത്തീയട്ടത്തെക്കുറിച്ച് വിശദീകരിക്കുക. തെക്കോട്ട് കൂടുതൽ ദൂരം സഞ്ചരിച്ച നാട്ടുകാർ ഉൾനാടുകളിൽ നിന്ന് കടലിനെ പോഷിപ്പിക്കുന്ന ഒരു നദിയെക്കുറിച്ച് വിവരിച്ചത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുക. അവരുടെ പ്രതികരണം: നിങ്ങളതൊരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് വിശദീകരിക്കുക. ഇന്നത്തെ ചരിത്രകാരന്മാർക്ക് യൂഥ്യുമനേസ് നേരിട്ടതിൽ ഇപ്പോഴും പൂർണ്ണ യോജിപ്പില്ല. ചിലർ സെനഗാൽ നദി കണ്ടതായി വിശ്വസിക്കുന്നു. മറ്റു ചിലർ നൈജർ പറയുന്നു. അത് കിഴക്കോട്ടൊഴുകി തെക്കോട്ട് വളഞ്ഞ് ഗിനിയ ഉൾക്കടലിലേക്കൊഴുകുന്നു എന്ന യൂഥ്യുമനേസ് സംശയിച്ചിരുന്നു എന്നും. എന്നിരുന്നാലും ഇത് നൂറ്റാണ്ടുകൾക്ക് ശേഷമേ മനസ്സിലാകൂ. മറ്റു ചിലർ വാദിക്കുന്നത് അദ്ദേഹം അത്ര ദൂരം എത്തിയില്ല എന്നും സീസണൽ വെള്ളപ്രഭാവത്തിനും സമുദ്രപ്രവാഹത്തിനും ഇടയിലുള്ള ഒരു ബന്ധം സങ്കൽപ്പിച്ചു എന്നുമാണ്. തിയോ തൻ്റെ നോട്ടുകളിൽ വാദിക്കുന്നു. അദ്ദേഹം അത് തെളിയിച്ചാലും ഇല്ലെങ്കിലും ആദ്യം ചോദ്യം ചോദിച്ചത് അദ്ദേഹമായിരുന്നു. പക്ഷെ നഗരങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നു, വേഗത്തിൽ മറക്കുന്നു. പ്രാദേശിക രാഷ്ട്രീയം, ക്ഷേത്ര നവീകരണം, സിറാക്യൂസിൽ നിന്നുള്ള വൈകിയ കയറ്റുമതി മൂലമുണ്ടായ ധാന്യക്ഷാമം എന്നിവയിലേക്ക് ശ്രദ്ധ മാറുന്നു. നന്നായി വരച്ച ഒരു ത്രികോണത്തിൻ്റെ ഭംഗിയിൽ ഒരിക്കൽ കരഞ്ഞിരുന്ന യൂഥ്യുമനേസിൻ്റെ അധ്യാപകൻ പോലും യാത്രയോട് പ്രതികരിക്കുന്നത്, ആഹാ, അത് നല്ലതാ, ഇപ്പോൾ ഈ ജാമിതി പ്രശ്നത്തെക്കുറിച്ച് എന്നാണ്. അങ്ങനെ നിശബ്ദമായി ചുരുളുകൾ സൂക്ഷിക്കപ്പെടുന്നു. നഷ്ടപ്പെട്ടിട്ടില്ല, കത്തിച്ചിട്ടില്ല. ഇത് മറ്റു വിവരങ്ങൾ ലേഖനങ്ങൾ പടിഞ്ഞാറൻ കടൽ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഒരു മൂലയിലെ ആർക്കൈവിൽ ഒളിപ്പിച്ചിരിക്കുന്നു. പകർപ്പുകൾ നിർമ്മിക്കാൻ തിയോ ആഴ്ചകൾ ചിലവഴിക്കുന്നു. സംഗ്രഹങ്ങൾ എഴുതുന്നു. ഒരു പൊതുപ്രസംഗം പോലും നിർദ്ദേശിക്കുന്നു. ഇതിൽ ആളുകൾ കുറവാണ്. ഒരു വ്യാപാരി കൗതുകത്തോടെ ശ്രദ്ധിക്കുന്നു. ഈ പുതിയ ദേശങ്ങളിൽ ലാഭമുണ്ടാകുമോ എന്ന് തിയോയോട് ചോദിക്കുന്നു. തിയോ ഒരു നിമിഷം ചിന്തിക്കുന്നു. പിന്നീട് സത്യസന്ധമായി മറുപടി പറയുന്നു. നിങ്ങൾ നിശബ്ദതയെയും നക്ഷത്രങ്ങളെയും വിലയറിയുന്നുവെങ്കിൽ തീർച്ചയായും വേണം. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നില്ല. എന്നിട്ടും യാത്രയുടെ ആഘാതം മാറിപ്പോകുന്നില്ല. അത് മാറുന്നു. അത് ഡോക്ക് തൊഴിലാളികൾക്കിടയിൽ നിശബ്ദമായി പറയുന്ന കഥകളിലേക്ക് നീങ്ങുന്നു. ഇളയ നാവികരുടെ സ്വപ്നങ്ങളിലേക്ക് നീങ്ങുന്നു. അമച്ചുർ മാപ്പുകളുടെ വിചിത്രമായ കാർട്ടോഗ്രാഫിക് കോണുകളിലേക്ക് നീങ്ങുന്നു. അവിടെ ഒരാൾ നാവികൻ്റെ പാത എന്നടിക്കാൻ ഒരുക്കണടക്കുന്നു എന്ന് പറഞ്ഞ് തോളൽ കുലുക്കുന്നു. യൂഥ്യുമനേസ് ശാന്തമായൊരു ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നു. അദ്ദേഹം ഇപ്പോഴും തുറമുഖത്ത് നടക്കുന്നു. ഇപ്പോഴും മേഘങ്ങൾ വരയ്ക്കുന്നു. അജ്ഞാതമായ ഒന്നിൻ്റെ അരികിൽ കണ്ടതും അതിനെക്കുറിച്ച് വീമ്പടക്കാൻ തീരുമാനിച്ചതുമായ ഒരാളുടെ ആ പ്രത്യേക വിഭജനത്തോടെ സംസാരിക്കുന്നു.
തിയോ തീർച്ചയായും ഒരിക്കലും സംസാരിക്കാൻ നിർത്തുന്നില്ല. സിംപോസിയങ്ങളിൽ അദ്ദേഹം ആ വ്യക്തിയാകുന്നു. പാടുന്ന മഞ്ഞിനെക്കുറിച്ചും ജാതിക്ക മണമുള്ള ഗ്രാമങ്ങളെക്കുറിച്ചും ഒരു കൊച്ചുകുട്ടി അവർക്കൊരു വാഴപ്പഴം നൽകിയ സമയത്തെക്കുറിച്ചുമുള്ള കഥകളുമായി അജ്ഞാതരെ അദ്ദേഹം മൂലയിലേക്ക് നയിക്കുന്നു. ചിലർ ശ്രദ്ധിക്കുന്നു, ചിലർ കണ്ണുകൾ ഉരുട്ടുന്നു, എന്നാൽ കുറച്ചുപേർ അതിൽ ചാഞ്ഞിരിക്കുന്നു. അത് മതി. നൂറ്റാണ്ടുകൾക്ക് ശേഷം റോമൻ എഴുത്തുകാർ യൂത്തിമനേസിൻ്റെ കൃതികളിലെ ചില ഭാഗങ്ങൾ വീണ്ടും കണ്ടെത്തും. അറ്റ്ലാന്റിക് ഒരു അടഞ്ഞ കടലല്ലെന്നും മറ്റു നദികളുമായും പക്ഷേ മറ്റു ലോകങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും സൂചിപ്പിച്ച ആദ്യത്തെ ഗ്രീക്കുകാരിൽ ഒരാളായി അദ്ദേഹത്തെ അവർ ഉദ്ധരിക്കും. ചിലപ്പോൾ അദ്ദേഹത്തെ തെറ്റായും ഉദ്ധരിക്കും. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേരൊരു മന്ത്രം മാത്രമായിരിക്കും. എന്നാൽ ശരിയായ കാറ്റുകൊണ്ടുപോകാൻ ഒരു മന്ത്രം ശക്തമായിരിക്കും. യൂത്തിമനേസിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരിക്കലും പടിഞ്ഞാറോട്ട് കപ്പലോടിക്കില്ല. അദ്ദേഹം ഭയക്കുന്നതുകൊണ്ടല്ല, പക്ഷെ കടൽ ആവർത്തനത്തിന് പ്രതിഫലം നൽകുന്നില്ല എന്നവനക്കറിയാമതുകൊണ്ട്. അത് ജിജ്ഞാസയ്ക്ക് പ്രതിഫലം നൽകുന്നു. ജിജ്ഞാസയ്ക്ക് പല രൂപങ്ങളുണ്ടാകാം. ചിലർ പിന്നോട്ട് പോകുന്നു, മറ്റു ചിലർ നിശബ്ദരായി നിൽക്കുന്നു, അടുത്ത ധീരനായ ആത്മാവ് എന്താണെന്ന് ചോദിക്കുന്നതുവരെ എന്ന് മാത്രം. ഭൂപടം തെറ്റാണ്. ആൽക്കിയോൺ ഡ്രൈഡോക്കിലേക്ക് വലിച്ചഴക്കപ്പെടുകയും കൈപ്പത്തിയിലെ മുള്ളുകൾ മൃദുവാകുകയും ചെയ്തതിനുശേഷം യൂത്തിമെനസ് വീണ്ടും വീണ്ടും ആ നിശബ്ദ സത്യത്തിലേക്ക് മടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ലോകം, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, നാവിഗേഷൻ ഉപകരണങ്ങൾ, ആകാശ ജ്യാമിതിയിലെ പരിശീലനം പോലും വളരെ നേരത്തെ അവസാനിക്കുന്ന ഭൂപടങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തുറന്ന സമുദ്രത്തിൻ്റെ ഉപ്പുരസം ഒരിക്കലും ആസ്വദിക്കുകയോ ഇരുട്ടിൽ മൂടൽമഞ്ഞിൻ്റെ മന്ത്രിക്കുന്ന കഥകൾ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത മനുഷ്യർ വരച്ച ഭൂപടങ്ങൾ. ഇപ്പോൾ അദ്ദേഹത്തിനത് കാണാൻ കഴിയുന്നില്ല. ആഫ്രിക്കയുടെ തീരപ്രദേശം അദ്ദേഹം സൗമ്യമായി പുനർനിർമ്മിക്കാൻ തുടങ്ങുന്നു. സമൂലമായിട്ടല്ല, മത്സരാത്മകമായിട്ടല്ല, മൃദുവായ വളവുകളും നീണ്ട അരികുകളും ഉപയോഗിച്ച് ഭൂഖണ്ഡത്തിന് ശ്വസിക്കാൻ ഇടം നൽകുന്നതുപോലെ. വരകൾ ഉറപ്പു പ്രഖ്യാപിക്കുന്നില്ല, അവ സാധ്യതയെ സൂചിപ്പിക്കുന്നു. തിയോ അദ്ദേഹത്തിൻ്റെ തോളിൽ നിരീക്ഷിക്കുന്നു. നീ അരികുകൾ വിട്ടുപോയി എന്ന് ഒരരികുമില്ല, യൂത്തിമെനസ് മറുപടി പറയുന്നു. ഞങ്ങൾ ചോദിക്കുന്നത് നിർത്തിയ സ്ഥലങ്ങൾ മാത്രം. ഇങ്ങനെയാണ് അദ്ദേഹം ഉച്ചകഴിഞ്ഞ് സമയം ചിലവഴിക്കുന്നത്. ഒരു താഴ്ന്ന സ്റ്റൂളിൽ ചാരി, മുട്ടുകുത്തി ചുരുൾ വിരിച്ച്, മറന്നുപോകുന്നതിൽ അസ്വസ്ഥതയില്ലാത്ത ഒരാളുടെ ക്ഷമാപൂർവമായ ജിജ്ഞാസയോടെ അറിയപ്പെട്ട ലോകത്തെ വരച്ചുകാട്ടുന്നു. അദ്ദേഹം ചെറുതും വിചിത്രവുമായ വിശദാംശങ്ങൾ ചേർക്കുന്നു. എതിർദിശയിലുള്ള കാറ്റിൻ്റെ പാറ്റേണുകളിലേക്ക് ഒഴുകുന്ന പ്രവാഹങ്ങൾ, ശൈത്യകാലത്ത് തെക്കോട്ട് സഞ്ചരിക്കുന്ന പക്ഷികൾ, ഇന്നത്തെ ഭൂമധ്യരേഖ കൗണ്ടർ കറണ്ടിനെ സൂചിപ്പിക്കുന്ന കടലിൽ ഉയരുന്ന ചൂട് എന്ന ഒരു പ്രത്യേക വിവരണവും. മിക്ക പണ്ഡിതന്മാരും അദ്ദേഹത്തെ അവഗണിക്കുന്നു. കുറച്ചുപേർ അദ്ദേഹത്തെ സഹിക്കുന്നു. ഒരു യുവ അപ്രന്റീസ് ഭൂപടത്തിലേക്ക് ദീർഘനേരം ഉറ്റുനോക്കി, ഇത് തുറന്നതായി തോന്നുന്നു എന്ന് പറയുന്നു. യൂത്തിമെനസ് തലയടന്നു. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മങ്ങിയ നിഗൂഢതയുണ്ട്. തീരെ ബഹുമാനമില്ല, പരിഹാസവുമില്ല. അക്കാദമിക് വൃത്തങ്ങളിൽ അദ്ദേഹം അറിയപ്പെടുന്നത് നദികൾ പിന്നാലോട്ടൊഴുകുന്നു എന്ന് കരുതിയ മനുഷ്യനാണ് എന്നാണ്. സ്വർണ്ണസമ്പന്നമായ തീരങ്ങളിലേക്ക് രഹസ്യ വഴികൾ നൽകുമെന്ന് പ്രതീക്ഷിച്ച് കുറച്ചു വ്യാപാര ക്യാപ്റ്റന്മാർ സ്വകാര്യമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്നു. അദ്ദേഹം നിരസിക്കുന്നു. ഞാൻ ആളുകളെ കണ്ടെത്തി, നിധിയല്ല, അദ്ദേഹം അവരോട് പറയുന്നു. അവർ മുഖം ചുളിക്കുന്നു, മുന്നോട്ടു പോകുന്നു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു നാവികൻ അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ ചോദ്യങ്ങളുമായി. യഥാർത്ഥ ചോദ്യങ്ങൾ, നക്ഷത്രങ്ങളെക്കുറിച്ച്, വേളിയാട്ടങ്ങളെക്കുറിച്ച്. നിശബ്ദമായി തുഴഞ്ഞാൽ കടൽ പ്രകാശിക്കുമെന്നത് സത്യമാണോ എന്നതിനെക്കുറിച്ച്. യൂത്തിമെനസ് ശ്രദ്ധിക്കുന്നു. ആഴം കുറഞ്ഞ പാത്രങ്ങളിൽ വീഞ്ഞൊഴിക്കുന്നതുപോലെ അദ്ദേഹം ശ്രദ്ധാപൂർവം കഥകൾ പങ്കുവയ്ക്കുന്നു. അവർ കണ്ടെത്തിയ ഗ്രാമത്തിൻ്റെ പേര് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. അതിൻ്റെ സ്ഥാനം കൃത്യമായി വരയ്ക്കുന്നുമില്ല. ചില കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിക്കുന്നു, കീഴടക്കലിനോ ജിജ്ഞാസയ്ക്കോ വേണ്ടിയല്ല. മറ്റാരെങ്കിലും അവ വീണ്ടും കണ്ടെത്തിയാലും ചില കാര്യങ്ങൾ സത്യമാണ്. ചരിത്രകാരന്മാർ ഇപ്പോഴും ഈ നിയന്ത്രണത്തെക്കുറിച്ച് വാദിക്കുന്നു. അത് വിനയമായിരുന്നോ, മറവിയാണോ, തന്ത്രാത്മകമായ അവ്യക്തതയാണോ? ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത്
ലോകം അതിൻ്റെ ജിജ്ഞാസയിലേക്ക് പതുക്കെ വളരുമെന്നാണ്. ലാഭത്തിനല്ല, മറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പുറത്തേക്ക് നോക്കാൻ ആളുകൾക്ക് സമയം ആവശ്യമായിരുന്നു എന്ന് യൂത്തിമെനസ് പ്രതീക്ഷിച്ചിരുന്നു. അല്ലെങ്കിൽ കടൽ രഹസ്യങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരിക്കാം. ഒരു ശാന്തമായ വൈകുന്നേരം തിയോ ചോദിക്കുന്നു, നൈൽ നദി നദിയുമായി ബന്ധിപ്പിക്കുന്നുവെന്ന് നീ കരുതുന്നുണ്ടോ? യൂത്തിമെനസ് ഉടനെ ഉത്തരം നൽകുന്നില്ല. തുറമുഖ മതിലിൽ നിന്ന് അവൻ വീണ്ടും കടലിനെ വീക്ഷിക്കുന്നു. അവൻ്റെ കാലുകൾ നഗ്നമായി, കാറ്റിൽ നിന്ന് ഉത്തരം ലഭിക്കുമെന്ന മട്ടിൽ അവൻ്റെ കണ്ണുകൾ കാറ്റിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നു. നൈൽ നദി നമുക്ക് കാണാൻ കഴിയുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു, അദ്ദേഹം അവസാനം പറയുന്നു. പക്ഷേ അത് നമ്മുടെ മുൻപിൽ തുടങ്ങിയിരിക്കാം. ഭൂപടങ്ങൾക്ക് മുൻപ്, കഥകൾക്ക് മുൻപ് ഞങ്ങൾ അടുക്കുകയാണ്. തിയോ പുഞ്ചിരിക്കുന്നു. അത് സിംബോസിയത്തിൽ നന്നായി പോകില്ല, അവർ ജീവിക്കും. യൂത്തിമെനസിൻ്റെ ചില ആശയങ്ങൾ വ്യാപക വ്യവഹാരത്തിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. വരണ്ട ഭൂമിയിലേക്ക് മഴ ഒലിച്ചിറങ്ങുന്നതുപോലെ സൗമ്യമായി നൈൽ നദിയിലേക്ക് ഒഴുകുന്നു. ഒരു യുവ ഭൂപട നിർമ്മാതാവ് പ്രവാഹങ്ങളെക്കുറിച്ചുള്ള തൻ്റെ കുറിപ്പുകൾ ഉൾപ്പെടുന്നു. ഒരു തത്വചിന്തകൻ ചാക്രിക സമുദ്രത്തെക്കുറിച്ചുള്ള തൻ്റെ ആശയം പൊരുത്തപ്പെടുത്തുന്നു. എന്നാലും അദ്ദേഹം അതിനെ അനിശ്ചിതമായ വിശ്വാസത്തോടുകൂടിയ സഞ്ചാരി എന്ന് ആരോപിക്കുന്നു. അത് യൂത്തിമെനസിനെ അലട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും പ്രശസ്തിയായിരുന്നില്ല. ചക്രവാളത്തിലേക്ക് വിരൽ ചൂണ്ടി അതും യഥാർത്ഥമാണ് എന്ന് പറയുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. തിയോ അവസാനം അവരുടെ നോട്ടുകൾ, ഡയഗ്രമുകൾ, മാർജിനാലിയ, ഒരു ഗ്ലോസറിയും ഉപയോഗിച്ച് വൃത്തിയായ ഒരു ചുരുളിൽ സമാഹരിക്കുന്നു. അദ്ദേഹം അതിന് ഓൺ ദ വെസ്റ്റേൺ സീ ആൻഡ് ഇറ്റ്സ് ഫ്ലോ എന്ന് പേരിടുന്നു. ആരും അത് വായിക്കുന്നില്ല. പക്ഷേ അത് വായിക്കുന്ന കുറച്ചുപേർ അസംഭവിക്കും, എന്നാൽ മനോഹരമായി ശൈലിയിൽ എഴുതിയിരിക്കുന്നു എന്നതുപോലുള്ള നാമമാത്രമായ അഭിപ്രായങ്ങൾ എഴുതുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം മറന്നുപോയ ഒരു ലൈബ്രറിയുടെ അവശിഷ്ടങ്ങളിൽ ചുരുൾ വീണ്ടും കണ്ടെത്തപ്പെടും. അതിൻ്റെ കടലാസ് ഈർപ്പം കൊണ്ട് വളച്ചിരിക്കുന്നു, അതിൻ്റെ മഷി മങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അത് വായിക്കാൻ കഴിയും, ഇപ്പോഴും അത് സൗമ്യമായി നിർബന്ധിക്കുന്നു. പിൽക്കാല വർഷങ്ങളിൽ യൂത്തിമെനസ് സ്വയം ഒരു കൗതുക വസ്തുവായി മാറുന്നു. പകുതി ജ്ഞാനിയും പകുതി കടലിൽ തേഞ്ഞ പ്രേതവും പോലെ. അവൻ ഡോൾഫിനുകളുമായി സംസാരിക്കുന്നുവെന്ന് കുട്ടികൾ മന്ത്രിക്കുന്നു. നൈൽവാസികൾ അവനൊരു ഭൂപടത്തിനടിയിൽ ഉറങ്ങുന്നുവെന്ന് പറയുന്നു. സത്യം ലളിതമാണ്. അവൻ നിശബ്ദമായി ജീവിക്കുന്നു, മീൻ കഴിക്കുന്നു, മൂടൽ മണ്ണിനെ സ്വപ്നം കാണുന്നു. ഒരു ദിവസം രാവിലെ വർഷങ്ങളായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ലാത്ത ഒരു ആശയവുമായി അദ്ദേഹം എഴുന്നേൽക്കുന്നു. ഒരു ചോദ്യം. അദ്ദേഹം എഴുന്നേറ്റ് തുറമുഖത്തേക്ക് പാഞ്ഞ് തുറമുഖ മേധാവിയോട് ചോദിക്കുന്നു, പടിഞ്ഞാറോട്ട് പോകുന്ന ഒരു കപ്പലുണ്ടോ? ആ മനുഷ്യൻ കണ്ണു ചിമ്മുന്നു. പടിഞ്ഞാറോട്ടോ? ഇല്ല സർ, ആരും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നില്ല. യൂത്തിമെനസ് പുഞ്ചിരിക്കുന്നു. അവർ കണ്ടെത്തും. പിന്നെ അദ്ദേഹം ഉത്തരത്തിൽ സംതൃപ്തനായി, മറിച്ച് ചോദ്യത്തിൽ സംതൃപ്തനായി. യൂത്തിമെനസ് പോയിട്ട് വളരെ നാളുകൾ കഴിഞ്ഞിട്ടും അവൻ്റെ ചെരുപ്പുകൾ ഉണങ്ങി, ചുരുളുകൾ ചിതറി, കൂടുതൽ ഫാഷനബിൾ സിദ്ധാന്തങ്ങളുടെ ഒരു കൂട്ടത്തിനടിയിൽ മറന്നുപോയ ഭൂപടങ്ങൾ സമുദ്രം അവശേഷിക്കുന്നു. അതതേ തീരങ്ങളിൽ തന്നെ പതിക്കുന്നു. അതതേ വേലിയേറ്റങ്ങളോടെ ശ്വസിക്കുന്നു. പശ്ചിമാഫ്രിക്കയുടെ തീരത്തെവിടെയോ ആ മൂടൽമഞ്ഞ് ഇപ്പോഴും തിരമാലകൾക്ക് മുകളിൽ നിശബ്ദമായി ചുരുളുന്നു. മസാലിയായിൽ ആരും കേട്ടിട്ടില്ലാത്ത കഥകൾ പറയുന്ന ഗ്രാമങ്ങളെ മറയ്ക്കുന്നു. പക്ഷേ യൂത്തിമെനസ് അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നു. കവികൾ പാടിയതോ മാർബിളിൽ കൊത്തിയെടുത്തതോ അല്ല. അദ്ദേഹം ഹെറോഡോട്ടസ് അല്ല. അദ്ദേഹത്തിന് പ്രതിമകൾ ലഭിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നിശബ്ദമായി വിത്തുകളായി ഔദ്യോഗിക രേഖയുടെ വിള്ളലുകളിൽ പായൽ പോലെ വളരുന്നു. നദികൾക്ക് പ്രതീക്ഷകളെ വളയ്ക്കാൻ കഴിയുമെന്ന ധാരണ അറ്റ്ലാന്റിക് ഒരു മുദ്രയിട്ട തടാകമല്ല എന്നൊരു മറിച്ച് ആഴമേറിയതും പഴയതും ബന്ധിക്കപ്പെട്ടതുമായ ഒന്നായിരുന്നു. അതൊരു വിപ്ലവമല്ല, അതൊരു കുശുകുശുക്കാണ്. എപ്പോഴും വിശ്വസ്തനായ തിയോ മനസ്സില്ലാതെ ഒരു അധ്യാപകനായി മാറുന്നു. ചെറിയ ഒത്തുചേരലുകളിൽ അദ്ദേഹം ഇടയ്ക്കിടെ പ്രഭാഷണം നടത്തുന്നു. എപ്പോഴും ചെറുതാണ്. യൂത്തിമെനസിൻ്റെ കാലാവസ്ഥയുള്ള ചുരുളുകൾ അദ്ദേഹം കൂടെ കൊണ്ടുപോകുന്നു. അവ വിശുദ്ധ തുണി പോലെ അഴിക്കുന്നു. മിക്ക ശ്രോതാക്കളും മാന്യമായി തലയാട്ടുന്നു. ചിലർ മയങ്ങുന്നു. എന്നാൽ ഇടയ്ക്കിടെ ഒരാൾ, ഒരു വിദ്യാർത്ഥി, ഒരു സഞ്ചാരി, ഒരു ജിജ്ഞാസുവായ വീഞ്ഞുവിൽപ്പനക്കാരൻ ഒരു യഥാർത്ഥ ചോദ്യം ചോദിക്കുന്നു. തിയോ അവയ്ക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്. പഴയ രേഖാചിത്രങ്ങൾ അദ്ദേഹം ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്നു.
നിഗൂഢമായ ഡ്രിഫ്റ്റ്വുഡ് റാഫ്റ്റിൽ നിന്നുള്ള മെഴുകുപന്ത് പോലും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ഇപ്പോൾ അത് പൊട്ടിത്തകർന്നിട്ടുണ്ട്. എങ്കിലും അത് ചെറുതായി ഒട്ടിപ്പിടിക്കുന്നു. അതെന്താണത് പാളുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തെളിവ് എന്നാണ്. എന്നിട്ടും പൊതുജനാഭിപ്രായം ഒരിക്കലും മാറുന്നില്ല. ഹെലനിസ്റ്റിക് ലോകം അതിൻ്റെ എല്ലാ പ്രസംഗകലയും നാടകീയതയും കീഴടക്കലിൽ അവസാനിക്കാത്ത ശബ്ദമില്ലാത്ത യാത്രകൾക്ക് പ്രതിഫലം നൽകുന്നില്ല. അവർക്ക് രാക്ഷസന്മാരെ വേണം, വിജയങ്ങൾ, ഒരു ധാർമ്മികത. യൂത്തിമിനസ് അവർക്ക് വെള്ളം നൽകി. ഒരു തരത്തിൽ അതാണ് ധാർമ്മികത. കാരണം മറ്റുള്ളവർ സാമ്രാജ്യങ്ങൾ മാപ്പ് ചെയ്തപ്പോൾ അദ്ദേഹം സാധ്യത മാപ്പ് ചെയ്തു. കടലിനെ ഒരു മതിലായിട്ടല്ല, മറിച്ച് ഒരു മെംബ്രെയിനായിട്ടാണ് അദ്ദേഹം കണ്ടത്. നേർത്തതും വിറയ്ക്കുന്നതും മറുവശത്ത് കാത്തിരിക്കുന്ന ഭാരത്താൽ ജീവനുള്ളതുമായ ഒന്നായി. അതൊരു വിപ്ലവമല്ല, അതൊരു കുശുകുശുപ്പാണ്. എപ്പോഴും വിശ്വസ്തനായ തിയോ മനസ്സില്ലാതെ ഒരു അധ്യാപകനായി മാറുന്നു. ചെറിയ ഒത്തുചേരലുകളിൽ അദ്ദേഹം ഇടയ്ക്കിലെ പ്രഭാഷണം നടത്തുന്നു. എപ്പോഴും ചെറുതാണ്. യൂത്തിമനസിൻ്റെ കാലാവസ്ഥയുള്ള ചുരുളുകൾ അദ്ദേഹം കൂടെ കൊണ്ടുപോകുന്നു. അവ വിശുദ്ധ തുണി പോലെ അഴിക്കുന്നു. മിക്ക ശ്രോതാക്കളും മാന്യമായി തലയാട്ടുന്നു. ചിലർ മയങ്ങുന്നു. എന്നാൽ ഇടയ്ക്കിടെ ഒരാൾ, ഒരു വിദ്യാർത്ഥി, ഒരു സഞ്ചാരി, ഒരു ജിജ്ഞാസുവായ വീഞ്ഞു വിൽപ്പനക്കാരൻ ഒരു യഥാർത്ഥ ചോദ്യം ചോദിക്കുന്നു. തിയോ അവയ്ക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്. പഴയ രേഖാചിത്രങ്ങൾ അദ്ദേഹം ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്നു. നിഗൂഢമായ ഡ്രിഫ്റ്റ്വുഡ് റാഫ്റ്റിൽ നിന്നുള്ള മെഴുകുപന്ത് പോലും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ഇപ്പോൾ അത് പൊട്ടിത്തകർന്നിട്ടുണ്ട്. എങ്കിലും അത് ചെറുതായി ഒട്ടിപ്പിടിക്കുന്നു. അതെന്താണെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് തെളിവ് എന്നാണ്. എന്നിട്ടും പൊതുജനാഭിപ്രായം ഒരിക്കലും മാറുന്നില്ല. ഹെലനിസ്റ്റിക് ലോകം അതിൻ്റെ എല്ലാ പ്രസംഗകലയും നാടകീയതയും കീഴടക്കലിൽ അവസാനിക്കാത്ത ശബ്ദമില്ലാത്ത യാത്രകൾക്ക് പ്രതിഫലം നൽകുന്നില്ല. അവർക്ക് രാക്ഷസന്മാരെ വേണം, വിജയങ്ങൾ, ഒരു ധാർമ്മികത. യൂത്തിമിനസ് അവർക്ക് വെള്ളം നൽകി. ഒരു തരത്തിൽ അതാണ് ധാർമ്മികത. കാരണം മറ്റുള്ളവർ സാമ്രാജ്യങ്ങൾ മാപ്പ് ചെയ്തപ്പോൾ അദ്ദേഹം സാധ്യത മാപ്പ് ചെയ്തു. കടലിനെ ഒരു മതിലായിട്ടല്ല, മറിച്ച് ഒരു മെംബ്രെയിനായിട്ടാണ് അദ്ദേഹം കണ്ടത്. നേർത്തതും വിറയ്ക്കുന്നതും മറുവശത്ത് കാത്തിരിക്കുന്ന ഭാരത്താൽ ജീവനുള്ളതുമായ ഒന്നായി. ഒരു തലമുറയ്ക്ക് ശേഷം കാർത്തേജിൽ നിന്നുള്ള ഒരു യുവനാവികൻ, മുമ്പ് അദ്ദേഹം തിയോയുടെ ചുരുളികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മുമ്പ് വിശ്വസിച്ചത്, തീരത്ത് തെക്കോട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഈ ശ്രമം മറന്നുപോയ ഒരു ലെഡ്ജറിൽ ഒരു വരി സൃഷ്ടിക്കുന്നു. മൂടൽ മഞ്ഞിനു ശേഷം കപ്പൽ നഷ്ടപ്പെട്ടു. വേലിയേറ്റത്തിൽ കുടുങ്ങിയതായി കരുതപ്പെടുന്ന ക്രൂ. എന്നിട്ടും അവൻ ശ്രമിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം റോമൻ ഭൂമിശാസ്ത്രജ്ഞർ യൂത്തിമിനസിൻ്റെ നോട്ടുകൾ വീണ്ടും കണ്ടെത്തും. അവർ അദ്ദേഹത്തെ കൗതുകമുള്ളവനും എന്നാൽ വഴിതെറ്റിയവനും എന്ന് വിളിക്കും. മറ്റുള്ളവർ അദ്ദേഹം മുഴുവൻ തീരപ്രദേശങ്ങളും കെട്ടിച്ചമച്ചതെന്നാണ് ആരോപിക്കും. ഒരാൾ അദ്ദേഹം ഒരിക്കലും കപ്പൽ യാത്ര ചെയ്തില്ല എന്ന് ആരോപിക്കും. കഥയൊരു വിസ്തൃത രൂപകമാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. എന്നാൽ തൻ്റെ കാലത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ഭൂപടവ് ചിത്രകാരൻ ആഫ്രിക്കയുടെ തീരം മുമ്പ് വരച്ചതിനേക്കാൾ കൂടുതൽ വികസിപ്പിക്കാൻ യൂത്തിമിനസിൻ്റെ വിവരണം ഉപയോഗിക്കും. അദ്ദേഹം അതിന് ജാഗ്രതയോടെ ലേബൽ ചെയ്യും. അജ്ഞാത പ്രദേശങ്ങൾ ഗ്രീക്കുകാർ സന്ദർശിച്ചിരിക്കാം. പൈതൃകം ചിലപ്പോൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കല്ലിൽ കൊത്തിയെടുത്തതല്ല, മറിച്ച് മഷിയിലും വിശ്വാസത്തിലും പുരട്ടിയിരിക്കുന്നു. അതേസമയം സമുദ്രത്തിന് കുറുകെ അദ്ദേഹം ഒരിക്കലും തൊടാത്ത ഒരു മഴക്കാട് ശ്വസിക്കുന്നു. അതിലെ നദികൾ വളയുന്നു. ഒരിക്കൽ അവരുടെ അസ്തിത്വം ഊഹിച്ച ഒരു ഗ്രീക്ക് മനുഷ്യനെ അറിയാത്ത അവിടുത്തെ ആളുകൾ സ്വന്തം കഥകൾ തുടരുന്നു. ഒരിക്കലും ചാർട്ട് ചെയ്യാത്ത കഥകൾ, മാപ്പുകളുടെ ആവശ്യമില്ലാത്ത കഥകൾ. കാരണം യൂത്തിമിനസ് കണ്ടെത്തിയ രഹസ്യം അതാണ്. ഒരിക്കലും ഉറക്കെ പറഞ്ഞിട്ടില്ല. ലോകം യാഥാർത്ഥ്യമാകാൻ കണ്ടെത്തേണ്ടതില്ല. അതങ്ങനെയാണ്. ഒരു വൈകുന്നേരം പുതുജീവനത്തിൽ നിന്നും വിരമിച്ച തിയോ ഒരിക്കൽ കടലിനെ വീക്ഷിച്ച തുറമുഖമതിലിൽ വീണ്ടും നിൽക്കുന്നു. സൂര്യാസ്തമയം വെള്ളത്തിൻ മുകളിൽ സ്വർണം ചൊരിയുന്നു. തിരമാലകൾ സൗമ്യമായി തിളങ്ങുന്നു. എന്തുകൊണ്ടാണെന്ന് ഉറപ്പില്ലാതെ അദ്ദേഹം ഉറക്കെ സംസാരിക്കുന്നു. നമ്മൾ പറഞ്ഞത് ശരിയായിരുന്നോ? ആരും ഉത്തരം പറയുന്നില്ല. പക്ഷെ ഒരു കടൽക്കാക്ക അദ്ദേഹത്തിൻ്റെ തലയ്ക്കു മുകളിൽ കരയുന്നു. ഒരു പഴയ സുഹൃത്ത് പുറകിൽ തട്ടുന്നതുപോലെ ഒരു കാറ്റ് അദ്ദേഹത്തിൻ്റെ മുടിയിൽ തലോടുന്നു. ആ രാത്രിയിൽ അദ്ദേഹം വീണ്ടും മൂടൽമഞ്ഞിനെക്കുറിച്ച് സ്വപ്നം കാണുന്നു. അദ്ദേഹം ഒരിക്കലും പഠിക്കാത്ത ഭാഷയിൽ ചിരിയുടെ, അച്ചാറിട്ട മത്സ്യത്തിൻ്റെയും അസാധ്യമായ ഓറഞ്ച് പഴത്തിൻ്റെയും ഗന്ധത്തിൽ അദ്ദേഹം പുഞ്ചിരിയോടെ ഉണരുന്നു. മറ്റെവിടെയോ സമുദ്രം ശ്വസിക്കുന്നു. വർഷങ്ങൾ പതിറ്റാണ്ടുകളായി മാറുന്നു. മഷി ഉണങ്ങുന്നു. ചുരുളുകൾ അരികുകളിൽ ഉരുളുന്നു. ഒരു പകർപ്പ് എലികൾ തിന്നുന്നു. മറ്റൊന്ന് ചോർന്നൊലിക്കുന്ന ഒരു കൊട്ടയിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നു. എന്നിട്ടും കഥ നിലനിൽക്കുന്നു. കഷ്ടിച്ചു മാത്രം. ആളുകൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ടല്ല. എന്നാൽ ലോകത്തിലേക്ക് ഒരിക്കൽ സ്വതന്ത്രമാക്കപ്പെട്ട ആശയങ്ങൾക്ക് രസകരമായ ഒരു വഴിയുണ്ട്. ചിലപ്പോൾ ഒരു പകർപ്പിൻ്റെ പകർപ്പ് ഒരു പണ്ഡിതൻ്റെ കൈകളിലെത്തുന്നു.
അറിയപ്പെടുന്ന ലോകത്തിന്റെ അരികിൽ കടലിലേക്കൊഴുകുന്ന ഒരു നദിയെക്കുറിച്ചുള്ള യൂഥിമിനീസിന്റെ വിവരണങ്ങളിൽ അദ്ദേഹം കണ്ണു ചിമ്മുന്നു. അദ്ദേഹം ചിരിക്കുന്നു, പിന്നെ നിർത്തുന്നു, പിന്നെ വെറുതെ ഭൂപടം പകർത്തുന്നു. ചിലപ്പോൾ പകുതി മദ്യപിച്ച് പകുതി വഴിതെറ്റിയൊരു നാവികൻ ഒരു മദ്യശാലയിൽ കഥയുടെ ഒരു പതിപ്പ് കേൾക്കുന്നു. മൂടൽമഞ്ഞിലേക്ക് കപ്പൽ കയറി കറുവപ്പട്ടയുടെ ഗന്ധം ധരിച്ച ഗ്രാമീണരെ കണ്ടെത്തിയൊരു ഗ്രീക്കുകാരനെക്കുറിച്ചുള്ള ഒന്ന്. നദിയെക്കുറിച്ചുള്ള ഭാഗം നാവികൻ ഓർമ്മിക്കുന്നു. അത് ഉപയോഗപ്രദമായതുകൊണ്ടല്ല, മറിച്ചത് വിചിത്രമായതുകൊണ്ടാണ്. വിചിത്രത്തിന് നിലനിൽക്കാനുള്ള ശക്തിയുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മധ്യകാല ഭൂപട നിർമ്മാതാക്കൾ ഇപ്പോഴും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അരികുകൾ ജാഗ്രതയോടെ വരയ്ക്കുന്നു. ഒരു മതിലല്ല, ഒരു തുള്ളിയല്ല, പക്ഷേ എന്തോ കൗതുകകരമായ കാര്യം. മാർജിനാലിയ പൂക്കുന്നു. ഇവിടെ ഡ്രാഗണുകളുണ്ട്. ഇവിടെ വെള്ളം അപ്രതീക്ഷിതമായി ചൂടാവുന്നു. ഇവിടെ യൂഥിമിനീസ് കപ്പൽ കയറി. അവർ അപ്പോഴും അദ്ദേഹത്തിന്റെ പേര് തെറ്റായി എഴുതുന്നുണ്ടെങ്കിൽ പോലും. ഇസ്ലാമിക് സുവർണ കാലഘട്ട ഗ്രന്ഥങ്ങളിൽ ചില പണ്ഡിതന്മാർ തൂണുകൾക്കപ്പുറത്തുള്ള ആദ്യകാല ഗ്രീക്ക് യാത്രകളെ ചരിഞ്ഞ രീതിയിൽ പരാമർശിക്കുന്നു. ഒരു അടിക്കുറിപ്പിൽ ഒരു കരിങ്കടലിനെയും പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു വലിയ നദിയെക്കുറിച്ച് വിവരിച്ച ഒരു സഞ്ചാരിയെ എന്ന് പരാമർശിക്കുന്നുണ്ട്. ഇത് യൂഥിമിനീസാണോ അതോ പൂർണ്ണമായും സങ്കൽപ്പിച്ച ആരോ ആണെന്ന് വിഷയമല്ല. ആശയം നിലനിൽക്കുന്നു. അതേസമയം ആഫ്രിക്കയുടെ വടക്കൻ തീരത്തുള്ള ഒരു ശാന്തമായ പട്ടണത്തിൽ ഒരാൺകുട്ടി മണ്ണിൽ ബോട്ടുകൾ വരയ്ക്കുന്നു. അവൻ ഗ്രീസിനെക്കുറിച്ച് ഒരിക്കലും കേട്ടില്ല. അവനൊരു ചുരുളെന്താണെന്നറിയില്ല. പക്ഷെ അവൻ്റെ മുത്തച്ഛൻ കഥകൾ പറയുന്നു. വളരെ കാലം മുമ്പ് ഉണങ്ങിയ മാങ്ങയ്ക്കു പകരം മുത്തുകൾ നൽകിയ, കേൾക്കാൻ മാത്രം സമയം താമസിച്ച, എല്ലാത്തിനും പേരിടാൻ ശ്രമിക്കാത്ത ആളുകളുമായി ഒരിക്കൽ വന്ന ഒരു ബോട്ടിനെക്കുറിച്ച്. കുട്ടി പുഞ്ചിരിക്കുന്നു. നക്ഷത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച കപ്പലുകളുള്ള പുതിയൊരു ബോട്ട് വരയ്ക്കുന്നു. മസാലയിൽ തിരിച്ചെത്തിയപ്പോൾ തുറമുഖം മാറുന്നു. വലിയ കപ്പലുകൾ, വേഗതയുള്ളവ. മന്ദഗതിയിലുള്ള യാത്രകൾക്കും കൗതുകകരമായ ചോദ്യങ്ങൾക്കും ഇടമില്ല. പഴയ ഭൂപടങ്ങൾ മാറ്റപ്പെടുന്നു. തിയോയുടെ മരണത്തിനു ശേഷം വളരെ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ചുരുകകൾ ഒരു കെട്ടായി ഒരു സുഗന്ധവ്യഞ്ജന വ്യാപാരിക്ക് വിൽക്കുന്നു. അയാൾ കുങ്കുമപ്പൂ കെട്ടുകൾ പൊതിക്കാൻ കടലാസ് ഉപയോഗിക്കുന്നവനാണ്. ഒരു കഷണം അലക്സാണ്ട്രിയയിൽ അവസാനിക്കുന്നു. മറ്റൊന്നു സിസിലിയിലെ ഒരു ആശ്രമത്തിലേക്ക് പോകുന്നു. എന്നിട്ടും ചിലപ്പോൾ ആരെങ്കിലും ശ്വാസം മുട്ടിക്കുന്ന ഒരു വരി കണ്ടെത്തുന്നു. മൂടൽമഞ്ഞിനപ്പുറം ഒരു വഴിപാട് പോലെ പഴങ്ങൾ കൈവശം വച്ചിരിക്കുന്ന ഒരു കുട്ടിയെ ഞങ്ങൾ കണ്ടെത്തി. അതിൽ കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷെ അത് മതിയെന്ന് പറയുന്നു. ആധുനിക കാലത്തെ ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും കണ്ടെത്തുന്നു. ക്രോസ് റെഫറൻസ് ചെയ്ത ഉദ്ധരണികളിൽ കുഴിച്ചിടപ്പെട്ട പ്ലിനി ദി എൽഡർ പകുതി വിശ്വസിച്ച റോമൻ വിജ്ഞാന കോശങ്ങളിൽ ആകസ്മികമായി പരാമർശിക്കപ്പെട്ട സമന്വയമെന്തെന്നാൽ യൂഥിമെനേസ് എന്നെങ്കിൽ വിലയിരുത്തപ്പെടാത്ത പ്രതിഭയാണ്, അല്ലെങ്കിൽ മികച്ച നിരീക്ഷണ വൈദഗ്ധ്യമുള്ള ഒരു മാന്യനായ നുണഞ്ഞാനാണ്. ഒരു പ്രൊഫസർ മടിയനായ ബിരുദദാണ്ടുമാരോടുള്ള ക്ലാസ്സിൽ പ്രഭാഷണം നടത്തുമ്പോൾ അത് മികച്ചതായി പറയുന്നു. നൈൽ നദിയെക്കുറിച്ച് അദ്ദേഹത്തിന് തെറ്റിപ്പോലെങ്കിലും അത്ഭുതത്തെക്കുറിച്ച് അദ്ദേഹം ശരിയായിരുന്നു. തിയോയുടെ വിവരണത്തിന്റെ വിവർത്തന പകർപ്പ് മറിച്ചു നോക്കിയ മറ്റൊരാൾ ബയോലൂമിനസന്റ് കടലിന്റെ ചിത്രത്തിലേക്ക് മങ്ങിക്കയറി മന്ത്രിക്കുന്നു. ഞാനും പോകുമായിരുന്നു. യൂഥിമെനേസ് അവസാനം മാപ്പ് ചെയ്തത് ഉറപ്പിനും ജിജ്ഞാസയ്ക്കും ഇടയിലുള്ള അതിർത്തിയായിരുന്നു. അദ്ദേഹം കണ്ടത് സ്വന്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. അദ്ദേഹം അത് രേഖപ്പെടുത്തി. വിചിത്രവും ശാന്തവും മനുഷ്യനുമായ ആൾക്ക് വ്യത്യസ്തമായ ഒരു പര്യവേക്ഷകന്റെ നിശബ്ദ മാതൃകയായി അദ്ദേഹത്തിന്റെ ജീവിതം മാറുന്നു. കീഴടക്കാനോ തെളിയിക്കാനോ അല്ല, കേൾക്കാൻ കപ്പൽ കയറുന്ന ഒരാൾക്ക്. അത് ഫെസ്റ്റിവലുകളോ ധനസഹായമോ നേടിയേക്കില്ല, എന്നിട്ടും അത് നിലനിൽക്കുന്നു. രാത്രിയിൽ ഉണർന്നിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ, മേൽക്കൂരകളിലേക്ക് ഉറ്റുനോക്കി മൂടൽമഞ്ഞ് എവിടെ തുടങ്ങുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അത് തങ്ങി നിൽക്കുന്നു. അവസാനങ്ങളിലല്ല, മറിച്ച് പരിവർത്തനങ്ങളിൽ വിശ്വസിക്കുന്നവരോടത് സംസാരിക്കുന്നു. മഷി തീർന്നതിനു ശേഷം വളരെ കാലം തുടരുന്ന തീരപ്രദേശങ്ങളിൽ അങ്ങനെ സമുദ്രം അദ്ദേഹത്തിന്റെ പേര് മന്ത്രിക്കുന്നു. തെറ്റായി, പക്ഷെ സ്നേഹപൂർവം. വർഷങ്ങൾ നൂറ്റാണ്ടുകളായി മാറുന്നു. മാസാലിയ മാർസേലായി മാറുന്നു. പുതിയ കപ്പലുകൾ വരുന്നു. സാമ്രാജ്യങ്ങൾ ഉയർന്നുവരുന്നു, വീഴുന്നു. എന്നാൽ യൂഥിമെനസ് കാലത്തിന്റെ അടിക്കുറിപ്പുകളിൽ ഒരു മങ്ങിയ കൊത്തുപണിയായി തുടരുന്നു. ആരും അഭിനന്ദിക്കാൻ നിൽക്കാത്ത ഒരു വലിയ മാർബിൾ സ്മാരകത്തിന്റെ ഗ്രൗട്ടിൽ കുടുങ്ങിയ കടൽച്ചക്ക പോലെ. എന്നിട്ടും
അദ്ദേഹത്തിന്റെ പൈതൃകം മരിച്ചിട്ടില്ല. ഇത് നിശബ്ദമാണ്. 9-ാം നൂറ്റാണ്ടിലെ ഒരു സന്യാസി തീയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പഴയ ഗ്രന്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ പട്ടികപ്പെടുത്തുമ്പോൾ ഓൺ ദ വെസ്റ്റേൺ ഫ്ലോ എന്ന് ലേബിൾ ചെയ്ത വെള്ളത്തിൽ തകർന്ന ഒരു ചുരുളിൽ ഇടറി വീഴുന്നു. മിക്ക മഷിയും ഉപയോഗശൂന്യമായ സ്ക്രിഗിളുകളായി മങ്ങിയിരിക്കുന്നു. എന്നാൽ മൂടലിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബോട്ടിന്റെ ചിത്രം, ലോകത്തിന്റെ അരികിലേക്ക് ഒരു പാമ്പിനെ പോലെ വളയുന്ന പ്രവാഹങ്ങൾ, അത് അവനെ വളരെക്കാലം നിശ്ചലനാക്കി നിർത്തുന്നു. അവന് കഴിയുന്നത് അവൻ പകർത്തുന്നു. താഴെ സ്വന്തം ലാറ്റിൻ ഭാഷയിൽ അവൻ എഴുതുന്നു, ഒരുപക്ഷേ കടലിന് നമ്മളെക്കാൾ കൂടുതൽ അറിയാം. മറ്റുള്ളവർ പിന്തുടരും. വെനീസിലെ കാർട്ടോഗ്രാഫർമാർ ആരും ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത നദികളടങ്ങിയ ഭൂപടങ്ങളിലേക്ക് നോക്കുന്നു. അവ വരയ്ക്കാൻ ആരാണ് ധൈര്യപ്പെട്ടതെന്ന് ആശ്ചര്യപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം പോർച്ചുഗീസ് പര്യവേഷികൾ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് കപ്പലുകൾ വലിച്ചുകൊണ്ടുപോകുന്ന പ്രവാഹങ്ങൾ കണ്ടെത്തി. പുരാതന ഗ്രീക്കുകൾ ഒരിക്കൽ വിവരിച്ചതുപോലെ അവർ അവയ്ക്ക് പുതിയ പേരുകൾ നൽകും, അവയെ അവരുടേതാക്കും. എന്നാൽ കടൽ പേരുകളിൽ ശ്രദ്ധിക്കുന്നില്ല, അത് ഓർമ്മിക്കുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആധുനിക പണ്ഡിതന്മാർ യൂത്തിമനസ്സിനെ ശരിയായി വീണ്ടും കണ്ടെത്തി. പൊടിനടഞ്ഞ ആർക്കൈവുകളിൽ അദ്ദേഹത്തിന്റെ പേര് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ പുനർമൂല്യനിർണയിക്കപ്പെട്ടു. അദ്ദേഹം സെനഗൽ നദിയിൽ എത്തിയിരിക്കാമെന്നും ഏഷ്യയ്ക്ക് പുറത്തുള്ള ഇന്റർടൈഡൽ പ്രവാഹങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ വിവരണങ്ങളിലൊന്ന് രേഖപ്പെടുത്തിയിരിക്കാമെന്നും ഒരു പത്രം വാദിക്കുന്നു. ഹെറോഡോട്ടസിനെ അദ്ദേഹം വൈദഗ്ധ്യമായി പകർത്തുകയായിരുന്നുവെന്നും മറ്റൊരു പത്രം വാദിക്കുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ എത്ര ദൂരം തെക്കോട്ട് കപ്പലോടിച്ചുവെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. എന്നാൽ കൂടുതൽ അവർ ഒരു കാര്യത്തിൽ യോജിക്കുന്നു: അദ്ദേഹം ഊഹിച്ചിരുന്നില്ല. അതാണ് എല്ലാ വ്യത്യാസവും വരുത്തുന്നത്. അതേസമയം ലോകം മുന്നോട്ട് നീങ്ങുന്നു. വിമാനങ്ങൾ, ഉപഗ്രഹങ്ങൾ, ആഴക്കടൽ ഡ്രോണുകൾ. എന്നാൽ ആ പുരാതന യാത്രയുടെ ചില ഭാഗം തങ്ങി നിൽക്കുന്നു. കുട്ടികളുടെ ഉറക്കസമയ ചോദ്യങ്ങളിൽ, ചെവിയിൽ പിടിച്ചിരിക്കുന്ന ഒരു ശംഖുഷെല്ലിന്റെ നെടുവീർപ്പിൽ, ഒരു ആധുനിക ഫെറിയുടെ ഡെക്കിൽ നിൽക്കുന്ന ഒരു യാത്രകൻ കടൽ ആകാശത്തോട് സന്ധിക്കുന്ന വരിയിലേക്ക് നോക്കി അതിനപ്പുറം എന്താണ് എന്ന് ചോദിക്കാൻ ചൊറിച്ചിൽ തോന്നുന്ന നിശബ്ദ നിമിഷത്തിൽ. യൂത്തിമനസ് ഇപ്പോൾ ജീവിക്കുന്നത് അവിടെയാണ്. ചുരുളുകളിലോ പ്രതിമകളിലോ അല്ല, മറിച്ച് ആ അദ്ഭുതത്തിന്റെ കൃത്യമായ നിമിഷത്തിലാണ്. തിയോയും ഓർമ്മിക്കപ്പെടുന്നു. ഒരു മികച്ച ചിന്തകൻ എന്ന നിലയ്ക്കല്ല, മറിച്ച് ഒരു എഴുത്തുകാരൻ, ഒരു ശ്രോതാവ് എന്ന നിലയ്ക്ക്. മിക്കവരും പ്രധാനമെന്നല്ലെന്ന് പറയുന്നത് രേഖപ്പെടുത്താൻ സമയമെടുത്ത ഒരാളിന് ശേഷം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ അസംസ്കൃതമാണെങ്കിലും ഒരു കാർട്ടോഗ്രാഫറിന് കഴിയാത്ത വിധത്തിൽ വികാരങ്ങൾ പകർത്തുന്നു. ഒരു ഡ്രം ധരിച്ച ഒരു കുട്ടി, കോണുകളില്ലാത്ത ഒരു കുടിൽ, സമുദ്രം പച്ചയായും മാറിയും ചിരിച്ചതുമായ ഒരു രാത്രി. ആ ചിത്രങ്ങൾ അളവുകളെ മറികടക്കുന്നു. ചില കലാകാരന്മാർ യാത്രയിലെ രംഗങ്ങൾ വരെ പുനർനിർമ്മിക്കുന്നു. മൂടൽമഞ്ഞ് ഒരു ഗ്രാമത്തെ പൊതിയുന്നത് കാണുന്ന യൂത്തിമനസ്, ബയോലൂമിനസന്റ് ചുഴലിക്കാറ്റുകളെ താഴേക്ക് നോക്കുന്ന ഒരു സംഘം, അജ്ഞാതർക്ക് പഴങ്ങൾ നൽകുന്ന ഒരു കുട്ടി. മാർസേലിലെ ഒരു മ്യൂസിയം അതിന്റെ സമുദ്ര ഗ്യാലറിയിൽ അത്തരമൊരു പെയിന്റിംഗ് തൂക്കുന്നു. അതൊരു മൂലയ്ക്ക് ഒതുക്കി വച്ചിരിക്കുന്നു. ലേബലില്ല, ബഹളമില്ല. പക്ഷേ വെളിച്ചം സൗമ്യമാണ്. ആളുകൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നേരം അവിടെ ഇരിക്കുന്നു. ചിലപ്പോഴവർ നെടുവീർപ്പിടും. കാരണം വിജയമോ ക്ലൈമാക്സോ ഇല്ലാത്തൊരു കഥയിൽ ആഴത്തിൽ ശാന്തി നൽകുന്ന എന്തോ ഒന്നുണ്ട്, ഏതാണ്ട് ഉറക്കം വിടുന്നതുപോലെ. ശരിയായ ദിശയിൽ ഒരാൾ ജിജ്ഞാസയുള്ളവനാണെന്ന് കാണിക്കുന്ന സാവധാനമായ ശ്രദ്ധാപൂർവമായ ഡോക്യുമെന്റേഷൻ. എല്ലാ പര്യവേക്ഷകരും പതാക നടണമെന്നില്ല. ചിലർ തുഴഞ്ഞുകൊണ്ടേയിരിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ഇന്നത്തെ കാലത്ത് മറക്കപ്പെട്ട പര്യവേക്ഷകരെക്കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ്, സ്ലീപ്പി വോയേജസ് എന്ന് പേരിട്ട ഒരു പോഡ്കാസ്റ്റ് യൂത്തിമനസിന് ഒരു എപ്പിസോഡ് സമർപ്പിക്കുന്നു. ഗ്രീക്കിന്റെ യാത്രയെ അവതാരകൻ ഊഷ്മളമായ നർമ്മത്തോടെ വിവരിക്കുന്നു. സംശയാലുക്കളെ കുറിപ്പിൽ പറയുന്നു, നോക്കൂ, അദ്ദേഹം അറ്റ്ലാന്റിക് പ്രവാഹങ്ങൾ കണ്ടെത്തിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർ എന്തോ മന്ത്രിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചുവെന്ന് ഞാൻ പറയുന്നു. അദ്ദേഹം കേൾക്കാൻ തീരുമാനിച്ചുവെന്നും. ഇത് പോഡ്കാസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ സ്ട്രീം ചെയ്യപ്പെടുന്ന എപ്പിസോഡുകളിൽ ഒന്നായി മാറുന്നു. 1000 വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ഓരോ സമുദ്രവും മാപ്പ് ചെയ്തതിനു ശേഷവും
ഹെർക്കുലീസിന്റെ സ്തംഭങ്ങൾക്കപ്പുറത്തെ ഒരു മൂടൽമഞ്ഞ് ഗ്രാമത്തിൽ നൈൽ നദി ആരംഭിക്കുമെന്ന് കരുതിയ മനുഷ്യന്റെ കഥ ആരെങ്കിലും ചിലപ്പോൾ പറയും. അവന്റെ തെറ്റുകൾ കണ്ട് അവർ പുഞ്ചിരിക്കും, പക്ഷേ ഒരു താരാട്ടുപാട്ട് പോലെ അവന്റെ പേര് മന്ത്രിക്കും. കാരണം അതാണ് രഹസ്യം, അല്ലേ? ശരിയാകുന്നതിന് കടൽ പ്രതിഫലം നൽകുന്നില്ല. എങ്ങനെയായാലും കപ്പലോടിക്കാൻ ജിജ്ഞാസയുള്ളവരായിരിക്കുന്നതിനാണ് അത് പ്രതിഫലം നൽകുന്നത്. മൂടൽമഞ്ഞ് ഇപ്പോഴും ഉരുണ്ടുകൂടുന്നു. ഇപ്പോഴും ഉപഗ്രഹങ്ങൾ എല്ലാ തീരദേശ വളവുകളും മാപ്പ് ചെയ്തതിനു ശേഷവും അന്തർവാഹിനി ഡ്രോണുകൾ എല്ലാ കിടങ്ങുകളും മുറിച്ചു കടന്നതിനു ശേഷവും മൂടൽമഞ്ഞ് ഇപ്പോഴും വരുന്നു. നിശബ്ദമായി വെള്ളി എന്താണെന്നും എന്തായിരിക്കാമെന്നും തമ്മിലുള്ള രേഖകൾ മങ്ങിക്കുന്നു. ജിബ്രാൾട്ടർ കടലിടുക്കിനടുത്തെവിടെയോ ഒരു മത്സ്യബന്ധന കപ്പൽ പുലർച്ചെ അതിലൂടെ ഒഴുകി നീങ്ങുന്നു. ക്യാപ്റ്റൻ ഡെക്കിൽ നിൽക്കുന്നു. കൈപ്പേറിയ കാപ്പി കുടിക്കുന്നു. ഒരു നിമിഷം താൻ ഒറ്റയ്ക്കല്ലെന്ന് തോന്നുന്നു. യൂഥിമെനസ് എന്ന പേര് അയാൾക്കറിയില്ല. പുരാതന ചുരുളുകളെക്കുറിച്ച് അയാൾക്ക് താൽപ്പര്യമില്ല. പക്ഷേ മൂടൽമഞ്ഞ് വെള്ളത്തിൽ ചുംബിക്കുന്ന രീതിയിൽ അയാൾക്ക് കാലാതീതമായി എന്തോ അനുഭവപ്പെടുന്നു. കടലൊരിക്കൽ കേൾക്കാൻ മാന്യനായൊരാളോട് പറഞ്ഞ ഒരു രഹസ്യം മറയ്ക്കുന്നതുപോലെ. എവിടെയോ ഒരു മ്യൂസിയം ആർക്കൈവിൽ ഒരു കൺസർവേറ്റർ പടിഞ്ഞാറൻ കടലിൽ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ഒരു പൊട്ടുന്ന ചുരുൾ സൗമ്യമായി അഴിക്കുന്നു. അവർ പൊടി തുടച്ചു മാറ്റുന്നു. ഈർപ്പം ക്രമീകരിക്കുന്നു. ഒരു വിചിത്രമായ വരിയിൽ നിർത്തുന്നു. ഞങ്ങൾ കൂടുതൽ ദൂരം കപ്പലൊഴിടിച്ചു. കടൽ കുറച്ചുകൂടി പ്രതിരോധിച്ചു. അതടിയപ്പെടാൻ ആഗ്രഹിച്ചതുപോലെ അവർ പുഞ്ചിരിക്കുന്നു. അത് ആഴമേറിയതുകൊണ്ടല്ല, മറിച്ച് അത് ശാന്തമായതുകൊണ്ടാണ്. അത് നിലവിളിക്കുന്നില്ല, വിശ്വസിക്കണമെന്നത് ആവശ്യപ്പെടുന്നില്ല. അത് നിലനിൽക്കുന്നു. സമുദ്രം പോലെ, മൂടൽമഞ്ഞ് പോലെ, ഓർമ്മ പോലെ. അതേസമയം പഴം തന്ന കുട്ടി, ഭയമില്ലാതെ നൽകിയവൻ, സ്വന്തമായി ഒരു ഇതിഹാസമായി മാറിയിരിക്കുന്നു. കടൽ വഴി വന്നൊന്നും പേരിടാതെ നിശബ്ദമായി പോയ സന്ദർശകരെക്കുറിച്ച് ഈ പ്രദേശത്തെ വാമൊഴി കഥകൾ ഇപ്പോഴും പറയുന്നു. ഒരു രാത്രി മാത്രം സ്വയം പുനഃക്രമീകരിച്ച നക്ഷത്രങ്ങളെയും വേലിയേറ്റത്തിൽ അപ്രത്യക്ഷമാകുന്നതിനു മുമ്പ് മത്സ്യം പോലെ മിന്നിമറഞ്ഞ ബോട്ടുകളെക്കുറിച്ചുമുള്ള കഥകൾ. ചരിത്രകാരന്മാർ ഈ കഥകൾ രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ മുത്തശ്ശിമാരങ്ങനെ ചെയ്യുന്നു. അവരുടെ കൊച്ചുമക്കൾ അത് ശരിക്കും നടന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ തോളുകുലുക്കി പറയും, പക്ഷേ അതല്ല കാര്യം. കാരണം ചില കഥകൾ തെളിവിനെക്കുറിച്ചല്ല, അവ ആശ്വാസത്തെക്കുറിച്ചാണ്, നിഗൂഢതയെക്കുറിച്ചാണ്. ചോദ്യങ്ങൾ മൃദുവാക്കുകയും ഉത്തരങ്ങൾ അത്ര പ്രധാനമല്ലാത്തതുമായ ഭൂപടത്തിന്റെ അരികിൽ ഒഴുകിപ്പോകുന്നതിനെക്കുറിച്ചാണ്. ഇന്നു രാത്രി മറ്റാരെങ്കിലും ആദ്യമായി ആ കഥ കേൾക്കും. ഒരു പോഡ്കാസ്റ്റിൽ, നേരം വൈകിയ ഒരു വീഡിയോയിൽ, അല്ലെങ്കിൽ ഒരു കുടുംബ പാചകക്കുറിപ്പ് പോലെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ശബ്ദത്തിൽ അവർ മൂടൽമഞ്ഞിനെ ചിത്രീകരിക്കും. കുട്ടി, അസാധ്യമായ വെള്ളത്തിലൂടെ നിശബ്ദമായി നീങ്ങുന്ന പഴയ ബോട്ട്. അതുപോലെ അവർ തോളുകൾക്ക് വിശ്രമം നൽകും. അവർ ശ്വാസോച്ഛ്വാസം മന്ദം ഗതിയിലാക്കും. ലോകം അർത്ഥമാക്കാൻ അവർ ആഗ്രഹിക്കുന്നത് ഉപേക്ഷിക്കും. കാരണം യൂഥിമെനസിന്റെ യാത്ര ഒരിക്കലും അരികിലെത്തുന്നതിനെക്കുറിച്ചായിരുന്നില്ല, അരികിൽ നിലവിലില്ലെന്ന് കണ്ടെത്തുന്നതിനെക്കുറിച്ചായിരുന്നു. കൂടുതൽ മാത്രം, കൂടുതൽ അത്ഭുതപ്പെടാൻ, കൂടുതൽ വരയ്ക്കാൻ, കൂടുതൽ സങ്കൽപ്പിക്കാൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ കഥ അവസാനിക്കുന്നില്ല. ഒരു കപ്പൽ ഛേദത്തോടെയോ ഒരു സ്തുതിഗീതത്തോടെയോ ഒരു നല്ല നിഗമനത്തോടെയുമല്ല. അത് മൂടൽമഞ്ഞുപോലെ മൃദുവായി വർത്തമാനകാലത്തേക്ക് ഒഴുകിച്ചെല്ലുന്നു. അവിടെ നിന്നും സ്വപ്നങ്ങളിലേക്ക്, തിറ നിങ്ങളുടെ ഇല്ലാനിയെ ആധീരിക്കാൻ. അപ്പോൾ ഇതാ പ്രിയ ശ്രോതാവേ, കപ്പലുകൾ ഉരുട്ടി, ചുരുളുകൾ ഉരുട്ടി, മൂടൽമഞ്ഞുയർന്നു. എന്നെങ്കിലും ലോകം വേണ്ട എന്നു പറഞ്ഞപ്പോൾ പടിഞ്ഞാറ് നോക്കിയ മനുഷ്യന്റെ നിശബ്ദമായ കാൽപ്പാടുകളെ പിന്തുടർന്ന് നമ്മൾ ഒരുമിച്ച് അനിശ്ചിതമായ വെള്ളത്തിലൂടെ സഞ്ചരിച്ചു. മഹത്വത്തിനോ സമ്പത്തിനോ പിന്നാലെ പോയിട്ടില്ലാത്ത ഒരു മനുഷ്യന് ഒരു മനസ്സിലാക്കൽ ഒരിക്കലും ചോദ്യങ്ങൾക്ക് തരുന്ന ഉത്തരങ്ങളെക്കുറിച്ചായിരുന്നില്ല. അത് മനസ്സിലാക്കിയില്ലെന്ന് യൂഥിമെനസിനു മനസ്സിലായി. ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടരണമെന്ന് അയാൾക്ക് തോന്നി. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അനുഭവത്തിൽ നിന്ന് വരുന്ന ഉത്തരങ്ങൾ കിട്ടുന്നതുവരെ മാത്രമായിരുന്നു.
നാം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ലെന്നേ. യൂഥിമേനസിന്റെ യാത്രയോട് കൂടുതൽ അടുക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തിയിട്ട് ആഴമേറിയതായ ഒരു വാക്കും വരാത്ത വേദപുസ്തകങ്ങളോ ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ട് മുത്തശ്ശിയുടെ കഥ നിങ്ങൾ ഓർക്കുമ്പോൾ മൂടൽമഞ്ഞിനെ കണ്ട് അനുഭവത്തോടുകൂടി കണക്കാക്കി താലിയോല കൈകളെ പിടിച്ചുകൊണ്ടു പോകുന്നതിന് ഇതിഹാസമായി കണക്കാക്കൂ. അതല്ല, മറിച്ച് മുത്തശ്ശിയുടെ കൊച്ചുമക്കൾ അത് ശരിക്കും നടന്നോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചോദ്യം ചോദിക്കുന്നത് പരസ്യമായിരിക്കും. പക്ഷേ മുത്തശ്ശിമാർ പറയും, തൊട്ടടുത്ത് മൂടൽമഞ്ഞു കണ്ട് അനുഭവത്തോടുകൂടി കേൾക്കും എങ്ങനെയാണ് ആ ജീവിതം അവിടെ നിലനിൽക്കുന്നതെന്നും ഏത് ബോട്ടുകൾ വരുമെന്നും. അപ്പോൾ തോളുകൾക്ക് നിങ്ങൾക്ക് വിശ്രമം നൽകാം. ലോകം അർത്ഥമാക്കാൻ താൽപ്പര്യപ്പെടാതെ ഒഴുക്കെവിടേക്ക് നയിക്കുന്നു എന്നറിയാതിരുന്നാൽ കുഴപ്പമില്ല. കാറ്റിനെ പിന്തുടരുക, വെള്ളത്തിലെ വെളിച്ചം ശ്രദ്ധിക്കുക, ഒരു ചോദ്യം കൂടി ചോദിക്കുക. ഒരിക്കൽ അയാൾ അവയെ നോക്കിയപ്പോൾ തലയ്ക്ക് മുകളിലുള്ള നക്ഷത്രങ്ങൾക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കടൽ ഇപ്പോഴും ശ്വസിക്കുന്നു. ആകാശം ഇപ്പോഴും പ്രഭാതത്തേക്ക് മൃദുവായി ചാഞ്ഞിരിക്കുന്നു. ലോകം അതിൻ്റെ ശബ്ദങ്ങളും അസംബന്ധങ്ങളുമായി ഇപ്പോഴും ഉറക്കത്തിൻ്റെ അരികിൽ മന്ത്രിക്കുന്നു. ഇനിയും ഇങ്ങോട്ടെത്താനുണ്ടെന്ന്, അതിനപ്പുറമുണ്ടെന്ന്. നിങ്ങളിപ്പോൾ സുരക്ഷിതരാണ്. ആ മൂടൽമഞ്ഞ് നിങ്ങളെ ചുറ്റിപ്പിടിക്കട്ടെ. ഭയത്താലല്ല, മറിച്ച് നിശ്ചലതയാൽ. അത് പകലിൻ്റെ ശബ്ദത്തെയും ലിസ്റ്റുകളെയും ഇമെയിലുകളെയും തലക്കെട്ടുകളെയും കൊണ്ടുപോകട്ടെ. ഒരു പഴയ കപ്പലിൻ്റെ ഡെക്കിൽ നിങ്ങളെ സങ്കൽപ്പിക്കുക. നിങ്ങളുടെ താടിയിലേക്ക് വലിച്ചിരിക്കുന്ന ചൂടുള്ള പുതപ്പ്, നിങ്ങളുടെ മുടിയിൽ മൃദുവായ കാറ്റ്, ഒരടുത്ത സുഹൃത്തുക്കൾ പോലെ തലയ്ക്ക് മുകളിൽ മിന്നിമറയുന്ന നക്ഷത്രങ്ങൾ. കടൽ വിശാലമാണ്. നിങ്ങളുടെ ചിന്തകൾ കൊഴുകാൻ കഴിയും. ഭൂപടത്തിൻ്റെ അറ്റമോ? ഇതൊരു തുടക്കം മാത്രമാണ്.